കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയോരുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. എന്റെ കാലുകളെ പാറമേൽ നിർത്തി എന്റെ മനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു എൻ ദൈവത്തിന് സ്തുതി തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയും. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എന്റെ കർത്താവേ എന്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും
ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവിന്. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ, ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു വന്ന കഷ്ടമിനി കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിക്കുകയില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കില്ല, ശാപങ്ങൾ നിന്നെ തളർത്തുകയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, ഇസ്രായേലിന് ഏൽക്കുകയില്ല. ആ വിചാരം യാക്കോബിന് ഫലിക്കയില്ല, കർഷണങ്ങൾ ഇസ്രായേലിന് ഏൽക്കുകയില്ല. ഇന്നു വന്ന മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു വന്ന മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഓ ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, ബാധ നിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. ചെങ്കടൽ രണ്ടായി വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തരും, യോർദാൻ രണ്ടായി പിരിഞ്ഞു മാറും. ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ, നിന്റെ മുമ്പിൽ ഇടിഞ്ഞു വീഴും യേശുവിൻ നാമത്തിൽ ആർപ്പിടുമ്പോൾ. ഇന്നു വന്ന മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു വന്ന മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. വാദനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല, വാദനിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മലകളെ ഇടിച്ചു നിരക്കും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. മലകളെ ഇടിച്ചു നിരക്കും അവൻ, കുന്നുകളെ തവിടു പൊടിയാക്കിടും. സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. ഓ സൈന്യത്തിന്റെ നായകൻ കൂടെയുള്ളപ്പോൾ മനുഷ്യ ശക്തികൾ നിന്നെ തൊടുകയില്ല. അടുകയില്ല, പാദത്തിന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ കാലുകൾ ഇടറുകില്ല. മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഇന്നു വന്ന മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. പാദന്റെ കൂടാരത്തിൽ അടുക്കയില്ല, പാദന്റെ കൂടാരത്തിൽ അടുക്കയില്ല. നിന്റെ കാലുകൾ ഇടറുകില്ല, നിന്റെ
വാഴ്ത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഴ്ത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരുമില്ലാതെകനാകുന്നു മരണനിഴലിൽ ഭീതിയേറുമ്പോ. ആരുമില്ലാതെകനാകുന്നു മരണനിഴലിൽ ഭീതിയേറുമ്പോ. അസ്ഥി സൈന്യമായി നിവർന്നിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. അസ്ഥി സൈന്യമായി വിളങ്ങിടും, മഹത്വം ദേശത്തിൽ വിളങ്ങിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, വാഴ്ത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. വാഴ്ത്തത്തിൻ സമയമാണിത്, മഹത്വത്തിൻ്റെ ദിനങ്ങളാണിത്. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. യാക്കോബ് ഇസ്രായേലായി മാറും, ഇടയൻ രാജാവായി എഴുന്നേൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി, അപ്പാ പിതാവേ, അപ്പാ പിതാവേ, പരിശുദ്ധ റൂഹ, പരിശുദ്ധ റൂഹ,
സന്തോഷമുള്ളൊരു കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വപ്പെടുത്തിയാട്ടെ. ശക്തമായ ദൈവത്തിന് നല്ലൊരു കരം അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താട്ടെ. പകല് നമുക്ക് ആരാധിപ്പാൻ കർത്താവ് കൃപ തന്നു. ആമേൻ. സ്തോത്രം. യോസിക്കാൻ മധ്യസ്ഥയിൽ പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം കൃപ തന്നു. വിവിധ വിഷയങ്ങൾ ഉച്ചയ്ക്ക് ശേഷം പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളെ സഹായിച്ചല്ലോ. നിങ്ങൾ സഹോദരന്മാർ കുറച്ചും കൂടെ ഒന്ന് മുമ്പോട്ട് കയറിയിരിക്കാം. നമ്മുടെ ഒരുപാട് ചെയറുകൾ മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്നു. സഹോദരന്മാരുടെ ഭാഗത്ത് അല്പം മുമ്പോട്ട്, കാരണം ശുശ്രൂഷിക്കുന്നവർക്ക് കുറച്ചും കൂടെ മിനിസ്ട്രി ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അനുസരിക്കുന്നതാണ് യാഗത്തെക്കാട്ടിൽ വലുത്. അവൻ കർത്താവ് ഒരുക്കി തന്ന നല്ല പദവിക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ലൈവിൽ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ശുശ്രൂഷയിലേക്ക്, ഉപവാസ പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇത് പകലത്തെ ശുശ്രൂഷ നമുക്ക് അനുഗ്രഹമായിരുന്നു. സ്തോത്രം. ദൈവം വിടുതലുകളെ അയച്ചു, വചനത്തിലൂടെ നമ്മളോട് സംസാരിച്ചു. സ്തോത്രം. എത്രത്തോളം ദൈവം നമ്മളെ നിർത്തിയല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് വൈകിട്ടും നമ്മൾ ഒരുമിച്ച് പലരും യാത്രയിൽ ഇങ്ങോട്ടായിരിക്കുന്നു. ആഗ്രഹിച്ച് ഇവിടെ വരെ വന്നവരെ വെറുതെ പോകാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആഗ്രഹിച്ച ഹൃദയങ്ങളെ നിറച്ചു വിട്ട ചരിത്രമേ വേദപുസ്തകത്തിലുള്ളൂ. നമ്മളായിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, ചർച്ചിലാണ് നമ്മളായിരിക്കുന്നത്. ദൈവം എന്ന പകല് നമ്മൾ കേട്ട്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്ന എന്ത്? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. ശൗലിൻ്റെ അടുക്കേ കർത്താവ് വന്നു. ശബ്ദമായിട്ട് മാത്രമല്ല, വെളിച്ചമായിട്ട് മാത്രമല്ല, വചനം പറയുന്നത് ശൗലിൻ്റെ അടുക്കേ കർത്താവ് വന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ ഉപവാസ പ്രാർത്ഥനയുടെ സമാപന രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ നമ്മുടെ അടുക്കൽ കർത്താവ് വന്നിട്ടുണ്ട്. ആമേൻ. കരയുന്ന കണ്ണുനീരോടെ പ്രാർത്ഥനയിൽ ആമൻ പ്രതീക്ഷയോടൊക്കെ ഇരിക്കുന്നവരോട് ഇന്ന് രാത്രി കർത്താവ് നമ്മളോട് സംസാരിക്കും. ആമൻ. നമുക്കറിയാം കർത്താവിൻ്റെ ദാസൻ സിജോ പാസ്റ്റർ നമ്മുടെ നടുവിലുണ്ട്. വചനത്തിലൂടെ ദൈവദാസൻ നമ്മളോട് സംസാരിക്കും. ആമൻ. സ്തോത്രം. ആമേൻ. അതിനുശേഷം സമയമുണ്ടെങ്കിൽ അല്പസമയം ഞാൻ നിങ്ങളോട് സംസാരിക്കാനിടയായിട്ട് വരും. ആമൻ. ദൈവത്തിൻ്റെ നടത്തിപ്പ് പോലെ മുമ്പോട്ട് പോകട്ടെ. വളരെ പ്രാർത്ഥനയോടുകൂടെ നിങ്ങളിവിടെ ആയിരിക്കണം. കേൾക്കുന്ന വചനത്തെ റെസ്പോണ്ട് ചെയ്യണം. ഹലോ, നിങ്ങളെന്നെ കേൾക്കുന്നുണ്ടോ? വചനത്തെ എന്ത് ചെയ്യണം? കൊച്ചു കുഞ്ഞുങ്ങളടക്കം വചനത്തെ റെസ്പോണ്ട് ചെയ്യണം. വചനത്തെ ഏറ്റെടുക്കണം, ആരാധിക്കണം. നിങ്ങളോടാണ് സത്യം സംസാരിക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞ് ദൂതുകളെ നിങ്ങൾ ഏറ്റെടുക്കുവാനിടയായി തീരണം. തുടർന്ന് വളരെ പ്രാർത്ഥനയോടെ, വളരെ സ്നേഹത്തോടെ കർത്താവിൻ്റെ ദാസൻ സിജോ പാസ്റ്ററെ വെൽക്കം ചെയ്യുന്നു. കരമടിച്ച് എല്ലാവരും ദൈവദാസനെ സന്തോഷമുള്ള ദൈവമക്കൾ കരങ്ങളുയർത്തി 3 ഹല്ലേലൂയ പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധമേറിയ നാമം ഈ ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ സെഷനിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾക്കും കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ ഇവിടെ ശുശ്രൂഷിക്കുന്ന അഭിഷിക്ത ദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം പറയുന്നു. കണ്ട നാൾ മുതൽ ആത്മീയ ബന്ധത്തിൽ മുൻപോട്ട് പോകുവാൻ സർവകൃപാലുവായി ദൈവം ഒരുക്കുന്ന എല്ലാ അവസരത്തിനും നന്ദി പറയുന്നു. അഭിഷിക്തനോടുള്ള സ്നേഹവും വന്ദനത്തെയും ഈ തരത്തിൽ അറിയിക്കുകയാണ്. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. പകല് പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടു എന്ന് അറിയുവാനിടയായി തീർന്നു. ഇന്ന് രാത്രിയിലും വലിയ ദൈവസാന്നിധ്യത്തിൻ്റെ മുഴക്കം ഇതിനകത്ത് വ്യാപരിക്കപ്പെടേണ്ടതിനായി, ദൈവസാന്നിധ്യത്തിൻ്റെ പകർച്ച ഇന്ന് രാത്രിയിലും ഇതിനകത്ത് സംഭവിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനയോടെ എല്ലാ പ്രിയപ്പെട്ടവരുമായിരിക്കുക. പരിശുദ്ധാത്മാവിന് ശക്തമായി നമ്മളോട് സംസാരിക്കുവാനുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മെ തൊടുവാൻ ആഗ്രഹമുണ്ട്. പരിശുദ്ധാത്മാവിന് നമ്മെ പരിശുദ്ധാത്മാവിൻ്റെ ഇഷ്ടപ്രകാരം പണിതുയർത്തുവാൻ ആഗ്രഹമുണ്ട്. ആ ആഗ്രഹത്തിന് വേണ്ടി പിന്നെയും നമ്മൾ പ്രാർത്ഥിക്കുക. അതിൻ്റെ നിവർത്തീകരണത്തിന് വേണ്ടി പിന്നെയും നമ്മൾ പ്രാർത്ഥിച്ച് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ശക്തമായി
നമ്മളോട് ഇടപെട്ടുകൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കും. പരിശുദ്ധാത്മാവിന് ഇഷ്ടമുള്ളത് അല്ലെങ്കിൽ നാം ചെയ്യുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹിതം നമ്മൾ വെളിപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവിന് ആഗ്രഹമുണ്ടായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ അധികമായി പകർന്നുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ പ്രാർത്ഥനകളും വരും ദിവസങ്ങളിലെ പ്രാർത്ഥനകളൊക്കെ ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തുവാനും ദൈവാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാനും സർവശക്തനാകുന്ന ദൈവം നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വാക്യം വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കും. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി. അടുത്തത് 38-ാമത്തെ വാക്യം. 11-ന്റെ 38, 39 വാക്യം. അടുത്തത് മതി. ഹല്ലേലൂയ. എല്ലാ പ്രിയപ്പെട്ടവരും ദൈവസന്നിധി കണ്ണുകളെ അടച്ചാട്ടെ. കേൾക്കാൻ പോകുന്ന വചനത്തിന് മുൻപാകെ 1-2 മിനിറ്റ് പ്രാർത്ഥിക്കാൻ തയ്യാറായി. പരിശുദ്ധാത്മാവ് നമ്മളെ അധികമായി സ്നേഹിക്കുന്നുണ്ട്. കർത്താവിൻ്റെ കരുതൽ നമ്മുടെ കൂടെയുണ്ട്. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് ശക്തമായി നമ്മളോട് സംസാരിക്കേണ്ടതിന് വേണ്ടി എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിച്ചാട്ടെ. കർത്താവെ, എന്നോട് പകലങ്ങ് ഇടപെടുവാനിടയായി. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവിന് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാട്ടെ. ആത്മാവിൻ്റെ ഹല്ലേലൂയ പകർച്ചകൾ ഇന്ന് രാത്രി സംഭവിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിൽ തന്നെ തൊടണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, പരിശുദ്ധാത്മാവിൽ തന്നെ ബലപ്പെടുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് എൻ്റെ വിഷയത്തിനൊരു പരിഹാരം വരുത്തണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച്, വചനം നിവർത്തി വന്നതാകയാൽ ആ നിവർത്തി വന്ന വചനം അല്ലെങ്കിൽ നാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ അകത്ത് വിശ്വസിച്ച് ആ വചനം നാം നമ്മുടെ വായ് കൊണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ആ വചനത്തിൻ്റെ നിവർത്തി നമ്മുടെ ആത്മമനുഷ്യനിൽ വ്യാപരിക്കപ്പെടുകയാണ്, നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കപ്പെടുകയാണ്. ആ വചനത്തിൻ്റെതായ അനുഗ്രഹങ്ങളും ദൈവപ്രവർത്തികളും നമ്മുടെ തലമുറകളിൽ വ്യാപരിക്കപ്പെടുകയാണ്, നമ്മുടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കപ്പെടുകയാണ്. ആ വചനത്തിൻ്റെ അസാധാരണ ചലനങ്ങൾ നമ്മുടെ ആലയത്തിനകത്ത് സംഭവിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുന്ന ദേശത്തിന് വേണ്ടി അസാധാരണമായ ദൈവപ്രവർത്തികൾ ഈ വചനത്തിലൂടെ സ്വർഗം, ഈ ആലയത്തിലൂടെ സ്വർഗം ചെയ്തെടുക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് നിന്നെ കൊണ്ടുവന്നത് അസാധാരണമായ ചിലത് അല്ലെങ്കിൽ നിന്നിലൂടെ ചെയ്യാൻ ദൈവത്തിന് കഴിയുമെന്ന് തെളിയിക്കാനാണ്. സഭയിലൂടെ ചെയ്യാൻ അല്ലെങ്കിൽ ദൈവത്തിന് കഴിയുമെന്ന് തെളിയിക്കാനാണ് ഇന്ന് ഇതിനകത്ത് നിന്നെ കയറ്റിയത്. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനും നിന്നെ ആവശ്യമുണ്ട് എന്ന് വ്യക്തമായി വിളിച്ചു പറയാനാണ്. റസീന ലൈഷ്മേരിയ റഠിബിഹോറിയാന, ആത്മാവ് നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഹല്ലേലൂയ നിന്റെ മേൽ പകർന്ന അഭിഷേകം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരികയാണ്. ആത്മാവ് ഞങ്ങളോട് സംസാരിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ തൊടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിഷയത്തിനകത്ത് അങ്ങ് ഇറങ്ങണം. അങ്ങ് വ്യക്തമായി വചനത്തിലൂടെ ഞങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന് നന്ദി. സകല മഹത്വം അങ്ങേക്ക് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട വാക്യം യോഹന്നാൻ എഴുതിയ സുവിശേഷം
അതിൽ 11-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മളിന്നിവിടെ വായിച്ചു കേട്ടത്. അത് ലാസറിനെ കുറിച്ചാണ്. ഹല്ലേലൂയ. മരിച്ച് നാറ്റം വെച്ച വിഷയത്തിനകത്ത് പെട്ടിരിക്കുന്ന ലാസറിനെ കുറിച്ച് നമ്മളിവിടെ വായിച്ചു കേൾപ്പാനിടയായി തീർന്നു. ഹല്ലേലൂയ. ഈ മനുഷ്യൻ യേശു കർത്താവിനെ കണ്ട നാൾ മുതൽ വ്യക്തമായി യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നു. വ്യക്തമായി എന്തോ ചെയ്തിരുന്നു? യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നു. മറിയ യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നു. അല്ലെങ്കിൽ മാർത്ത യേശു കർത്താവിനെ സ്നേഹിച്ചിരുന്നു. ഇവർ സ്നേഹിച്ച സ്നേഹം ചെറുതല്ല, വലുതാണ്. കാരണം തങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന മനുഷ്യൻ അല്ലെങ്കിൽ അത് ചെറിയ ആളല്ല, ഇതുവരെ ഞങ്ങൾ കണ്ടതിലും വെച്ച് വ്യത്യസ്തനായ ഒരുവനെയാണ് ഞങ്ങളുടെ വീടിനകത്ത് ഞങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളിൽ അത്ഭുതം ചെയ്യാൻ ഇവനിലൂടെ കഴിയുമെന്ന് മനസ്സുറച്ചവരങ്ങ് വിശ്വസിച്ചു. ഹല്ലേലൂയ. മനസ്സുറച്ചവർ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി പരിധി കൂടാതെ അവരിലേക്ക് വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി മനുഷ്യന് താമസമെന്ന് തോന്നിയിട്ടും ദൈവത്തിനത് താമസമല്ല, ദൈവത്തിനത് കറക്റ്റ് ടൈമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ നോക്കുമ്പോൾ അത് താമസമാണ്, പക്ഷെ ദൈവം നോക്കുമ്പോൾ താമസമല്ല, അതൊരു മഹത്വമായി മാറപ്പെടുകയാണ്. യേശുവിൻ നാമത്തിൽ. മാനുഷികമായി മനുഷ്യൻ ചിന്തിക്കുന്നത്, അയ്യോ കറക്റ്റ് സമയം മരിക്കുന്നതിന് മുൻപ് വരണ്ടേ. പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും ആള് സ്ഥലത്തെത്തിയിട്ടില്ല. അർത്ഥം ഹല്ലേലൂയ, ഇത് ദൈവ നിയോഗമല്ല, ദൈവഹിതമല്ല, ഇത് കറക്റ്റല്ല എന്ന് മനുഷ്യൻ ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ക്രിസ്തുവിൻ്റെ അകത്ത് ഇടപെടുകയാണ്. കറക്റ്റ് ടൈമിൽ ഞാൻ അവിടെ എത്തിയിരിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി ക്രിസ്തുവിനോട് ഇടപെടുന്നുണ്ട്. ക്രിസ്തു അകത്തുറയ്ക്കുന്നുണ്ട്, ഞാൻ കറക്റ്റ് ടൈമിൽ അവിടെ എത്തിയിരിക്കും. മനുഷ്യന് ലേറ്റായി എന്ന് തോന്നുന്ന വിഷയത്തിനകത്ത് എൻ്റെ ടൈമിൽ ഞാൻ അവിടെ എത്തിയിട്ട് ലേറ്റായ വിഷയത്തെ മുഴുവനും അത് കറക്റ്റ് ടൈമിനകത്ത് കയറ്റാൻ എൻ്റെ മേൽ പകർന്നിരിക്കുന്ന അല്ലെങ്കിൽ അഭിഷേകത്തിന് ശക്തിയുണ്ടെന്ന ക്രിസ്തുവിന് വലിയ ഉറപ്പായിരുന്നു. ഈ ഉറപ്പ് ഇതിനകത്തിരിക്കുന്നവരുടെ അകത്ത് കയറണം. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ അകത്തുള്ള ഉറപ്പ്. ഹല്ലേലൂയ. എൻ്റെ സമയം വൈകിട്ടില്ല, എൻ്റെ വിടുതലിൻ്റെ സമയം വൈകിപ്പോയിട്ടില്ല, എൻ്റെ തലമുറയുടെ ടൈം ലേറ്റായിട്ടില്ല, എൻ്റെ കുടുംബത്തിൻ്റെ സമയം ലേറ്റായിട്ടില്ല, എൻ്റെ മിനിസ്ട്രി ലേറ്റായി പോയിട്ടില്ല. ഹല്ലേലൂയ. കറക്റ്റ് ടൈമിൽ ഞാൻ കയറും, കറക്റ്റ് ടൈമിൽ എൻ്റെ സഭ കയറും, കറക്റ്റ് ടൈമിൽ എൻ്റെ കുടുംബം കയറുമെന്ന് ക്രിസ്തു ഉറച്ചതുപോലെ ഇതിനകത്തിരിക്കുന്നവർ ഉറയ്ക്കാൻ തയ്യാറായാൽ അസാധാരണമായ ആത്മപകർച്ചകൾ ഹല്ലേലൂയ ഇതിനകത്തിരിക്കുന്നവരിലൂടെ, ഈ വചനത്തിൽ വിശ്വസിക്കുന്നവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ ചെയ്തെടുക്കും. ക്രിസ്തു ഉറച്ചു. ക്രിസ്തുവിൻ്റെ ആ ഒരൊറ്റ ഉറപ്പ് ഹല്ലേലൂയ നമ്മുടെ അകത്ത് പ്രവേശിച്ചാൽ നാം ചില വിഷയത്തിനകത്ത് സൈലൻ്റ് ആയിരിക്കും. പക്ഷെ ദൈവം സൈലൻ്റ് അല്ല, ദൈവത്തിൻ്റെ ദൂതന്മാർ സൈലൻ്റ് അല്ല, ദൈവത്തിൻ്റെ ആത്മാവ് സൈലൻ്റ് അല്ല. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് വേണ്ടി നിത്യേന നാം ചെല്ലേണ്ടുന്ന സ്ഥലങ്ങളിൽ നമുക്ക് മുൻപായി ദൂതന്മാരെ അയച്ചും ദൈവമഹത്വം അയച്ചും ദൈവം തൻ്റെ കാര്യങ്ങൾ നിവർത്തിച്ചു കൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് ചില കാര്യങ്ങൾ നമ്മുടെ അകത്ത് ചെയ്യാൻ ആഗ്രഹമുണ്ട്. നാം ഒന്ന് താഴാൻ തയ്യാറായാൽ, നാം ഒന്ന് വിധേയപ്പെടാൻ തയ്യാറായാൽ, നാം ഒന്ന് സമർപ്പിക്കാൻ തയ്യാറായാൽ ആത്മാവ് ശക്തമായി നമ്മളെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹമുള്ള സകല കാര്യങ്ങൾ ചെയ്യിച്ചിരിക്കും. ആമേൻ. ഹല്ലേലൂയ. ക്രിസ്തുവിൻ്റെ കൂടെ നിൽക്കുന്നവർ ഒരു പക്ഷേ പറഞ്ഞു കാണും, ഇത്രയും ഹല്ലേലൂയ സ്നേഹിതനായ ഒരുവന് ദീനം പിടിച്ചിട്ട് അങ്ങെന്താ ഇവിടെ നിന്ന് എഴുന്നേൽക്കാത്ത? ഹല്ലേലൂയ. വീട്ടിൽ നിൽക്കുന്നവരും ദേശക്കാരും പറഞ്ഞു കാണും, സ്നേഹിതനായിട്ട് എന്തുകൊണ്ട് വന്നില്ല?
ഹല്ലേലൂയ. പക്ഷെ സ്നേഹിതനായതുകൊണ്ടോ ഹല്ലേലൂയ ദൈവത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടോ അല്ല ദൈവം വരാതിരുന്നത്. ഹല്ലേലൂയ. ഒരു മഹത്വം വെളിപ്പെടണമെങ്കിൽ ചില വിഷയത്തിനകത്ത് ഹല്ലേലൂയ ഒന്ന് ലേറ്റായാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ചില മഹത്വം വെളിപ്പെടുത്തണമെങ്കിൽ നീ ആരാണെന്നും നീ സേവിക്കുന്ന ദൈവം ആരാണെന്നും നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകം എന്താണെന്നും നിന്നിൽ ദൈവകൃപ എന്താണെന്നും അല്ലെങ്കിൽ തെളിയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നീ ഒന്ന് ലേറ്റാകും. പക്ഷേ അത് കറക്റ്റ് ടൈമും ആയിരിക്കും. ഓ ജീസസ്. ആത്മാവ് ശക്തമായ വചനത്തിലൂടെ എന്നോട് ഈ ആലയവുമായി ബന്ധപ്പെട്ട് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാവ് ശക്തമായി ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ഇന്ന് എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആത്മാവ് പെട്ടെന്ന് ഇടപെട്ടത് ഹല്ലേലൂയ മനുഷ്യൻ ലേറ്റായി എന്ന് വിചാരിക്കുന്നതും പഴകി എന്ന് പറയുന്നതും ഹല്ലേലൂയ ആർക്കും അടുക്കാൻ കഴിയാത്തവണ്ണം ഹല്ലേലൂയ പഴകിപ്പോയ വിഷയത്തെ ഞാൻ മഹത്വമുള്ളതാക്കി മാറ്റുമെന്നാണ്. ഹല്ലേലൂയ. മനുഷ്യന് ലേറ്റായെന്ന് മനുഷ്യന് തോന്നിയേക്കാം നീ പുറത്തു വരത്തില്ലെന്ന്. പക്ഷേ ആത്മാവ് പറയുന്നു എൻ്റെ ടൈമിൽ ഇവൻ പുറത്തു വരും. എൻ്റെ ടൈമിൽ ഈ സഭ പുറത്തു വരും. എൻ്റെ ടൈമിൽ ഈ കുടുംബം പുറത്തു വരും. എൻ്റെ ടൈമിൽ ഹല്ലേലൂയ ഇവൻ നിയോഗത്തോടെ ശുശ്രൂഷയിൽ എഴുന്നേറ്റിരിക്കും. എൻ്റെ ടൈമിൽ ഇവൻ പ്രവചിച്ചിരിക്കും. എൻ്റെ ടൈമിൽ ഇവൻ ദർശനം കണ്ടിരിക്കും. എൻ്റെ ടൈമിൽ ഇവൻ്റെ മേൽ കിടക്കുന്ന വാഗ്ദത്തത്തിൻ്റെ വിത്ത് ഹല്ലേലൂയ പരിശുദ്ധാത്മാവിനാൽ ഹല്ലേലൂയ മുളച്ചു വരുന്നതായിരിക്കും. ഓ ജീസസ്. മരണത്തിൻ്റെ വിത്ത് പിശാച് നിന്റെ കുടുംബത്തിനകത്തിട്ടാൽ അല്ലെങ്കിൽ മരണത്തിൻ്റെ തന്ത്രം പിശാച് നിന്റെ വീട്ടിനകത്തിട്ടാൽ അല്ലെങ്കിൽ ഓരിടത്ത് അല്ലെങ്കിൽ മരണത്തെ പൊട്ടിച്ചവൻ ഇറങ്ങി നിൽപ്പുണ്ട്. മരണത്തെ പൊട്ടിച്ചവൻ നിനക്ക് വേണ്ടി കറക്റ്റ് ടൈമിൽ ഇറങ്ങിയിരിക്കും കേട്ടോ. അല്ലെങ്കിൽ മരണഭാഷങ്ങളെ അഴിച്ചവൻ കറക്റ്റ് ടൈമിൽ നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കും. യേശുവിൻ നാമത്തിൽ ജയം. യേശുവിൻ നാമത്തിൽ ജയം. ഹല്ലേലൂയ. ലാസർ മരിച്ചു കിടക്കുകയാണ്. തനിക്ക് ഫോൺ വിളിക്കാൻ പറ്റത്തില്ല, തനിക്ക് കത്തയക്കാൻ പറ്റത്തില്ല. പക്ഷേ മനുഷ്യന് ജീവനോടിരിക്കുന്നവർ പ്രയത്നിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രയത്നം പരാജയപ്പെട്ടു എന്ന് തോന്നുന്ന 4-ാമത്തെ ദിവസം ഒരുവൻ വീട്ടിൽ പ്രതീക്ഷിക്കാതെ വരികയാണ്. അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം ഒരുവൻ പ്രതീക്ഷിക്കാതെ വീടിനകത്ത് വരികയാണ്. മനുഷ്യൻ പ്രയത്നിച്ചിട്ട് പരാജയപ്പെട്ടതും മനുഷ്യൻ പ്രയത്നിച്ചിട്ട് നടക്കാതെ പോയ ചില വിഷയത്തിനകത്ത് ആത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ. കറക്റ്റ് ടൈമിൽ നീ പ്രതീക്ഷിക്കാതെ നിന്റെ വിഷയത്തിന് പരിഹാരം തരാൻ ഒരുവൻ നിന്റെ വീട്ടിനകത്ത് വരും. ഒരുവൻ നിന്റെ ശുശ്രൂഷാ സ്ഥലത്ത് വരും. ഒരുവൻ നിന്റെ ആലയത്തിനകത്ത് വരും. ഒരുവൻ നിന്റെ വാഹനത്തിനകത്ത് കയറും. ഒരുവൻ നിന്റെ മിനിസ്ട്രി സ്ഥലത്ത് വരും. അവൻ നിന്റെ വാതിൽ തുറക്കാനാ വരുന്നേ. 5-ാമത്തെ ദിവസത്തിൽ നീ പരാജയമെന്ന് പറയാൻ ദൈവം അനുവദിക്കത്തില്ല. അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയുള്ള ദിവസമാണ്. അർദ്ധനാഥയാണ് ഇന്ന് പകൽ ശുശ്രൂഷിച്ച വീട്ടിൽ ഹല്ലേലൂയ ആ വീട്ടിനകത്ത് ആത്മാവെന്നോട് ഇടപെട്ടൊരു വിഷയമുണ്ട്. ഹല്ലേലൂയ. ദാനിയേൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ദാനിയേലിനെ രക്ഷിക്കാൻ രാജാവ് പ്രയത്നിച്ചു. പക്ഷേ ആ പ്രയത്നം പരാജയപ്പെട്ടു പോയി. എന്നിട്ടും ദൈവം ഹല്ലേലൂയ മാറിയില്ല. മനുഷ്യൻ പരാജയപ്പെട്ടു മാറി. ദാനിയേലിനെ സിംഹക്കുഴിയിൽ വീഴാതിരിക്കേണ്ടതിന് രക്ഷിക്കാൻ രാജാവ് പ്രയത്നിച്ചു. ഹല്ലേലൂയ. പക്ഷേ രാജാവിൻ്റെ പ്രയത്നം പരാജയപ്പെട്ടു. പക്ഷേ ആത്മാവ് കറക്റ്റ് ടൈമിൽ ഇറങ്ങി. ദൈവത്തിൻ്റെ ആത്മാവ് കറക്റ്റ് ടൈമിൽ ഇറങ്ങി. മനുഷ്യൻ പരാജയപ്പെട്ടിടത്ത് ആത്മാവ് കറക്റ്റ് ടൈമിൽ ഇറങ്ങും. മനുഷ്യന്റെ ടൈമിലും ഹല്ലേലൂയ ഇറങ്ങത്തില്ല. ആത്മാവിൻ്റെ ടൈമിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിയിരിക്കും. ഓ ജീസസ്, ജീസസ്, ഹല്ലേലൂയ. സിംഹങ്ങൾ ദാനിയേലിനെ നോക്കി പറയുകയാണ്, എനിക്കിവരെ തിന്നാൻ പറ്റത്തില്ല, എനിക്കിവനെ കഴിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ദാനിയേലിനെ അല്ല സിംഹങ്ങൾ കാണുന്നത്, പിന്നെയോ ദാനിയേലിനെ അല്ല, ദിനംതോറും പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ദാനിയേലിൻ്റെ അകത്തു കത്തുന്നൊരു തീയുണ്ട്.
അകത്തു കത്തുന്നൊരു ദൈവ സാന്നിധ്യമുണ്ട്. അതിലെ സിംഹങ്ങൾ കാണുന്ന ദാനിയേലിനെ അല്ല, ഒരു തീ കഷ്ണം ഗുഹയ്ക്കകത്തിറങ്ങി വരുന്നതാണ്. ഒരു തീ കഷ്ണം സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിറങ്ങി വരുന്നതാ. സിംഹത്തിന്റെ ഗുഹയ്ക്കകത്തിറങ്ങി വരുന്ന ദാനിയേൽ എന്ന തീ കഷ്ണത്തെ സിംഹങ്ങൾ കടിച്ചു കീറാൻ നോക്കിയാൽ നടക്കത്തില്ല. സിംഹങ്ങളുടെ വാ പൊള്ളും, അല്ലെങ്കിൽ സിംഹങ്ങളുടെ അല്ലെങ്കിൽ ഉദരം അല്ലെങ്കിൽ തീയാൽ കത്തും. ആമേൻ, ഹല്ലേലൂയ. ഇത്രയും അധികാരമുള്ള മനുഷ്യനെ കഴിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ടൈമിൽ ദൈവം ഇറങ്ങിയിരിക്കും. ആമേൻ. ശക്തമായി എന്നോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഈ സഭ പുറത്തു വരാൻ ടൈമായിട്ടുണ്ട്. ബൈബിൾ സ്കൂളിൽ പഠിച്ച പരിചയത്തിലല്ല ശുശ്രൂഷിക്കുന്നത്. ആത്മാവിനോട് ഇടപെട്ടതിൻ്റെ ഹല്ലേലൂയ അതിനനുസരിച്ചാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഈ സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് പറയാത്തതൊന്നും എനിക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് എന്താണോ എന്നോട് സംസാരിക്കുന്നത്, എന്താണോ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെട്ടത്, അതാണ് ഇന്ന് രാത്രി നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അത് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ ആത്മമനുഷ്യൻ്റെ അകത്ത് തീ കത്തുന്നത്. അത് സംസാരിക്കുമ്പോഴാണ് ആത്മമനുഷ്യൻ ബലപ്പെടുന്നത്. അത് സംസാരിക്കുമ്പോഴാണ് ഹല്ലേലൂയ 1-ാം ദിവസവും 2-ാം ദിവസവും 3-ാം ദിവസവും നടക്കാത്തത് അല്ലെങ്കിൽ 4-ാമത്തെ ദിവസം തുറക്കപ്പെടുന്നത്. അല്ലെങ്കിൽ 1-ാമത്തെ ദിവസം ബ്ലോക്കായാൽ നീ പ്രാർത്ഥന നിർത്തരുത്. 2-ാമത്തെ ദിവസം ബ്ലോക്കായാലും നീ പ്രാർത്ഥന നിർത്തരുത്. അടുത്ത ദിവസത്തിൽ അല്ലെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാ. 4-ാമത്തെ ദിവസം ദൈവം നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നീ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നീ തുറന്ന് വരിക. 4-ാമത്തെ ദിവസം നിനക്ക് വേണ്ടി ഒരു മഹത്വം പ്രത്യക്ഷമായി വരും. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. ഈ വചനം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ വിടുതലാണ്. ഈ വചനം ഏറ്റെടുത്ത് കരയുന്നവർക്കൊക്കെ വിടുതലാണ്. ഈ വചനം ഏറ്റെടുത്ത് ഉപവസിക്കുന്നവർക്കൊക്കെ വിടുതലാണ്. അതിൽ അടുത്ത മണിക്കൂറുകൾ കഴിയുന്നതിന് മുൻപ് ദൈവത്തിൻ്റെ ചില പ്രവർത്തികൾ ഇതിനകത്ത് സംഭവിച്ചിരിക്കും. ദൈവത്തിൻ്റെ ചില അടയാളങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ടിരിക്കും. മഴ പെയ്യത്തില്ല എന്നതിൻ്റെ അടയാളം മഴവില്ലാണെങ്കിൽ ഹല്ലേലൂയ അതുപോലെ ദൈവത്തിൻ്റെ ചില അടയാളങ്ങൾ ഇതിനകത്ത് വെളിപ്പെട്ടിരിക്കും. യേശുവിൻ്റെ ജയം. ലാസറിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ കരയാനൊരു മറിയ ഉണ്ടായിരുന്നപ്പോൾ, ഹല്ലേലൂയ വിഷയങ്ങൾ പറയാനൊരു മാർത്ത ഉണ്ടായിരുന്നപ്പോൾ, ഹല്ലേലൂയ യേശു കർത്താവ് ചോദിച്ചത്, ഹല്ലേലൂയ അവനെ വെച്ചത് എവിടെ? അവനെ വെച്ച സ്ഥലം എനിക്കൊന്ന് കാണിച്ചു തരാവോ? ഹല്ലേലൂയ അവൻ്റെ ഹല്ലേലൂയ വിഷയത്തിന് പരിഹാരം കിട്ടാത്ത, അവൻ്റെ വിഷയത്തിന് ഹല്ലേലൂയ പരിഹാരം കിട്ടാത്ത ദിവസത്തിൻ്റെ അളവെനിക്ക് കേൾക്കണ്ട, ദിവസത്തിൻ്റെ പഴക്കം എനിക്ക് കേൾക്കണ്ട, എത്ര പഴകിയ വിഷയമാണ് അതും എനിക്ക് കേൾക്കണ്ട. പക്ഷെ അവനെ വെച്ചത് എവിടാണെന്ന് എനിക്കറിയണം. ലാസറിനെ വെച്ചത് എവിടാണെന്ന് എനിക്കറിയണം. ഹല്ലേലൂയ ലാസറിനെ വെച്ച സ്ഥലം ഹല്ലേലൂയ അവർ കാണിച്ചു കൊടുത്ത ദിവസത്തിൽ യേശു കർത്താവ് കല്ലറയുടെ മുൻപിൽ കരഞ്ഞു. കല്ലറയുടെ മുൻപിൽ കരഞ്ഞു. കല്ലുരുട്ടി മാറ്റുക. നിയോഗമുള്ള ഒരുവൻ പുറത്തു വരാൻ സമയമായി. കല്ലുരുട്ടി മാറ്റുക. ഹല്ലേലൂയ അഭിഷേകത്തോടെ ഒരുവൻ പുറത്തു വരാൻ സമയമായി. ദൈവമഹത്വത്തിൽ ഒരുവൻ ഉയർക്കാൻ സമയമായി. ഹല്ലേലൂയ ദേശത്ത് ഹല്ലേലൂയ സഭയെ മറച്ചു വച്ചിരുന്ന ചില ഇരുളിൻ്റെ കല്ലുകളെ ആത്മാവ് പൊട്ടിക്കാൻ, ആത്മാവ് ഹല്ലേലൂയ തുറക്കാൻ ഇന്ന് ഈ രാത്രിയിൽ ഇതിനകത്ത് അതിശക്തമായി ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ ഹല്ലേലൂയ. അവനെ വെച്ചത് എവിടെ? ഹല്ലേലൂയ കല്ലുരുട്ടി മാറ്റുക. ഉരുട്ടി മാറ്റിയ ഹല്ലേലൂയ കല്ലിൻ്റെ സൈഡിൽ നിൽക്കുന്ന കർത്താവിന് ഒറ്റ ശബ്ദമേ പറയാനുള്ളൂ. ഹല്ലേലൂയ മോനെ, ഹല്ലേലൂയ നിന്റെ വർഷത്തിൻ്റെ പഴക്കം എനിക്ക് കേൾക്കണ്ട. ഹല്ലേലൂയ നിനക്ക് ജീവനുണ്ടോ ഇല്ലയോ എന്നും എനിക്കറിയണ്ട. നിനക്ക് നടക്കാൻ പറ്റുമോ ഇല്ലയോ എന്നും എനിക്കറിയണ്ട. ഒറ്റ കാര്യം, നീ ഇന്ന് പകൽ പുറത്തു വരണം. ഒറ്റ കാര്യം, ഞാൻ ഈ വിളിക്കുന്ന സെക്കൻഡ് നീ പുറത്തു വരണം. ലാസറെ നീ പുറത്തു വരിക.
ലാസറെ നീ പുറത്തു വരിക. ആത്മാവിന്റെ നിയോഗത്തോടെ സഭയെ നോക്കി വിളിച്ചു പറയുന്നു, സഭയെ പുറത്തു വരിക, സഭയെ പുറത്തു വരിക, സഭയെ പുറത്തു വരിക. അസാധാരണമായ ദൈവപ്രവർത്തികൾ ഇതിനകത്ത് സംഭവിക്കും. നിയോഗമുള്ളവരെ ആത്മാവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും കേട്ടോ. നിയോഗമുള്ള തലമുറകളെ ഇതിനകത്ത് എഴുന്നേൽപ്പിക്കും. അസാധാരണ ദൈവപ്രവർത്തികൾ സംഭവിക്കും. ഈ രണ്ട് കുഞ്ഞുങ്ങൾ ആരാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവരിലൊരു അസാധാരണ ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ സമയമായി. ഞാൻ അവിടെ നിന്ന് കയറി വരുന്ന സമയത്ത് ആത്മാവിനോട് ശക്തമായി ഇടപെട്ടത്, അല്ലെങ്കിൽ ഇതിനകത്തിരിക്കുന്നവനെ ഒരുവനെ അല്ലെങ്കിൽ കർത്താവ് തൻ്റെ ശുശ്രൂഷയ്ക്കായി പുറത്തെടുക്കും. അസാധാരണമായി ഉപയോഗിക്കപ്പെടുന്ന നിലവാരത്തിൽ അവൻ പുറത്തിറങ്ങും, അവൻ പുറത്തിറങ്ങും. അസാധാരണമായ നിലയിൽ ഇതിനകത്തിരിക്കുന്ന ഈ കുഞ്ഞുങ്ങൾ പുറത്തു വരും. അവൻ അസാധാരണ നിലയിൽ പ്രവചിക്കും, അസാധാരണമായ നിലയിൽ ഹീലിംഗ് മിനിസ്ട്രികൾ ചെയ്യും, അസാധാരണമായ നിലയിൽ വചനത്തിൻ്റെ റെവലേഷനുകൾ വിളിച്ചു പറയത്തക്ക നിലവാരത്തിൽ പരിശുദ്ധാത്മാവ് അവരെ പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ പ്രവചനത്തിന്റെ നിവർത്തിയായി അവരുടെ മേൽ സ്വർഗീയമായ അഭിഷേകം വ്യാപരിക്കപ്പെടുകയാണ്. ഈ സമയത്ത് അവരുടെ മേൽ ദൈവസാന്നിധ്യം അസാധാരണമായി ഇറങ്ങുകയാണ്. അസാധാരണമായി അവരുടെ ആത്മമനുഷ്യനിൽ ഇറങ്ങുകയാണ്. അസാധാരണമായി അവരുടെ സകല മേഖലകളിലും ഇറങ്ങുകയാണ്. നിയോഗമുള്ളവനെ മറച്ചു വയ്ക്കാൻ കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ. അഭിഷേകമുള്ളവനെ മറച്ചു വയ്ക്കാൻ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. മനുഷ്യൻ പരിധികളിട്ട് അല്ലെങ്കിൽ എത്രയൊക്കെ മറച്ചു വയ്ക്കാൻ നോക്കിയാലും ആത്മാവ് ഇറങ്ങി വന്നിരിക്കും. നിയോഗമുള്ളവൻ നിയോഗത്തോടെ അവൻ അഭിഷേകത്തിന്റെ നിറവിൽ പുറത്തിറങ്ങും. 4 വർഷം പഴക്കമായ വിഷയത്തിനകത്ത് അസാധാരണ ഡെലിവറൻസുകൾ ഇന്ന് രാത്രിയിൽ സംഭവിക്കുകയാണ്. 4 വർഷം പഴക്കമായ വിഷയം, 4 വർഷം പഴക്കമുള്ള വിഷയം. അല്ലെങ്കിൽ കർത്താവ് ശക്തമായി ഇടപെടുന്നു. 4 വർഷം കൊണ്ട് നടക്കാത്തതും 4 വർഷം കൊണ്ട് ബ്ലോക്കായിരിക്കുന്ന വിഷയത്തിൻ്റെ കല്ല് സ്വർഗം ഇന്ന് രാത്രി ദൂതന്മാരെ അയച്ച് തുറക്കുകയാണ്. സ്വർഗം ഇന്ന് രാത്രിയിൽ ദൂതന്മാരെ അയച്ച് തുറക്കുകയാണ്. നിനക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നത് ഇന്ന് രാത്രി സ്വർഗം തിരികെ തരികയാണ്. നിനക്ക് കിട്ടത്തില്ല എന്ന് ചിന്തിക്കുന്നത് ഇന്ന് രാത്രി സ്വർഗം കൈമാറുകയാണ്. പത്തനാപുരത്ത് അല്ലെങ്കിൽ പാലം കയറുന്നതിന് മുൻപ് ആ ജംഗ്ഷൻ്റെ പേരുകൾ എനിക്കറിയത്തില്ല, പക്ഷേ ഹല്ലേലൂയ, പാലം കയറുന്നതിന് മുൻപ് പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടതാണ്. ഹല്ലേലൂയ. അതിനുശേഷം ഈ പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തിയപ്പോഴും പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെട്ടൊരു വേടുണ്ട്. ഹല്ലേലൂയ. ചിലതിനെ ദൈവം പുറത്തെടുക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടതിനെ തിരികെ നൽകിക്കൊണ്ട്, നഷ്ടപ്പെട്ട പ്രാർത്ഥനകളെയും നഷ്ടപ്പെട്ട ദൈവകൃപയെയും നഷ്ടപ്പെട്ട ചില അധികാരത്തെയും അല്ലെങ്കിൽ തിരികെ നൽകിക്കൊണ്ട് ചിലരെ ദൈവം ഇതിനകത്ത് പുറത്തെടുക്കാൻ പോവുകയാണ്. അർത്ഥനാദയാരകൾ ശമനഗതിയാനഗർത്തന അർത്ഥന മൗഷ്മേനിയ റഹീനത സിയാല അർത്ഥന വൈഡവൽ കമനിയ റഹീനത സിയാല അർത്ഥന ദിബിൽ കമനിയാന ഗർത്തനാദയാന. ഹല്ലേലൂയ. ഇനി ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് പറഞ്ഞ ലാസറിനെ നോക്കിയാണ് കർത്താവ് വിളിച്ചു പറഞ്ഞത്, ഹല്ലേലൂയ, എൻ്റെ സമയമായി, അല്ലെങ്കിൽ നിന്റെ സമയമായിട്ടില്ല എന്ന് വെച്ചാൽ നീ മരിക്കേണ്ട ടൈമല്ല, നീ നഷ്ടപ്പെട്ടു പോകേണ്ട ടൈമല്ല, നീ ഹല്ലേലൂയ വെറുതെ ഇരിക്കേണ്ട ടൈമല്ല. ഹല്ലേലൂയ കുഞ്ഞേ, ഹല്ലേലൂയ നീ പുറത്തു വരിക, ഹല്ലേലൂയ നീ പുറത്തു വരിക. ഞാൻ ഇരിക്കുന്നിടത്ത് നീ ഇരിക്കും, ഹല്ലേലൂയ എൻ്റെ കൂടെ നീ യാത്ര ചെയ്യും. ലാസറേ നീ പുറത്തു വരിക. ലാസറിനെ പുറത്തെടുക്കാൻ
നിന്ദിച്ചവരാരും വന്നില്ല കേട്ടോ. ലാസറിനെ പുറത്തെടുക്കാൻ നിയോഗമുള്ള കർത്താവ് വന്നു. നിയോഗമുള്ള കർത്താവ് വന്നു. ഇന്ന് രാത്രിയിൽ എത്ര വിഷയം വന്നാലും ഹല്ലേലൂയ നിയോഗത്തോടെ ഹല്ലേലൂയ പുറത്തിറങ്ങേണ്ടതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. അസാധാരണമായ ആത്മാവിൻ്റെ പകർച്ചകൾ ഇതിനകത്ത് ശക്തമായി നടക്കും. നമ്മൾ പഴകിയ ഫ്രൂട്ട്സുകളൊന്നും നമ്മൾ കഴിക്കാറില്ല, പഴകിയ സാധനങ്ങൾ നമ്മൾ കഴിക്കാറില്ല. പക്ഷേ ഒരുപക്ഷെ അത് ചൂടാക്കിയാലും അത് പിന്നെയും അതിൻ്റെ പഴയ ടേസ്റ്റ് കിട്ടാറില്ല. പക്ഷേ കർത്താവിൻ്റെ കരങ്ങളിൽ ഒരു വിഷയം കിട്ടിയാൽ, കർത്താവിൻ്റെ കരത്തിലൊരു വിഷയം കിട്ടിയാൽ, അതിന് എത്ര പഴകിയതാണെങ്കിലും എത്ര നഷ്ടപ്പെട്ടു പോയ വിഷയമാണെങ്കിലും ഹല്ലേലൂയ അതിനെ പുതുതാക്കി തരാൻ കർത്താവിന് കഴിയും. പുതിയതാക്കി തരാൻ കർത്താവിന് കഴിയും. നിനക്ക് നഷ്ടപ്പെട്ട സംവത്സരങ്ങളെ തിരികെ തരാൻ കർത്താവിന് കഴിയും. നഷ്ടപ്പെട്ടു പോയ ഹല്ലേലൂയ അഭിഷേകത്തെ തിരികെ തരാൻ കർത്താവിന് കഴിയും. നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നീ കരയാൻ തയ്യാറായാൽ, നീ ഉപവസിക്കാൻ തയ്യാറായാൽ, നീ നിന്നെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ തയ്യാറായാൽ, വന്നുപോയ തെറ്റുകൾ ഏറ്റുപറയാൻ തയ്യാറായാൽ, ഹല്ലേലൂയ നിന്റെ ആത്മാവിൽ പകരപ്പെട്ടത് ആത്മാവ് ഹല്ലേലൂയ നിന്നെ തുറന്നു തരും. ആത്മാവ് നിന്റെ മേൽ പകർന്നത് ഹല്ലേലൂയ നിന്റെ കുറവ് മുഖാന്തരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, പ്രാർത്ഥനാ കുറവ് മുഖാന്തരം അടഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, നീ ഒന്നും കൂടെ ദൈവസന്നിധിയിൽ ഇരുന്നാൽ അടഞ്ഞതിനെ തുറക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു പറയുകയാണ്. അഭിഷേകത്തിനെ ഞങ്ങൾ ഒരുപാട് വാക്തത്വം കേട്ടതാണ്, ഞങ്ങൾ ഒരുപാട് ഹല്ലേലൂയ ദൂത് കേട്ടതാണ്. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല. ഞങ്ങൾ വിശ്വസിക്കാൻ പോലും കഴിയാത്ത നിലവാരത്തിലുള്ള അത്ഭുതങ്ങൾ സംഭവിച്ചതാണ്. പക്ഷേ ഇതുവരെ എനിക്കത് സംഭവിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ അത് നടന്നിട്ടില്ല. ഒറ്റ കാര്യം ദൈവത്തോട് ചോദിക്കുക, ദൈവമേ ഇതിന് കാലതാമസം വരുന്നത് എൻ്റെ കുറവാണോ, എൻ്റെ ബലഹീനതയാണോ, എൻ്റെ പ്രാർത്ഥനാ കുറവാണോ? അങ്ങനെയാണെങ്കിൽ ഹല്ലേലൂയ ഞാനതിനെ നികത്താൻ തയ്യാറാണ്. ഹല്ലേലൂയ അതല്ല മറ്റെന്തെങ്കിലും വിഷയമാണെങ്കിൽ ആത്മാവ് എനിക്ക് വേണ്ടി ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഉറപ്പായും ആത്മാവ് ഇറങ്ങിയിരിക്കും. ആത്മാവിറങ്ങിയാൽ സകല പരിധികളെയും ആത്മാവ് പൊട്ടിച്ചിരിക്കും. ആത്മാവിറങ്ങിയാൽ സകല പരിധികളും പൊട്ടിമാറിയിരിക്കും. ഇതിനകത്തിരിക്കുമ്പോഴൊക്കെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ചത് യേശു കർത്താവിനെ കല്ലറയ്ക്കകത്ത് വച്ചതിന് ശേഷം ഹല്ലേലൂയ വെച്ച് കഴിഞ്ഞതിന് ശേഷം അവരവരുടെ വഴിക്ക് പോയി. പ്രൈസ് ദ ലോർഡ്. ശിഷ്യന്മാർ അവരവരുടെ വഴിക്ക് പോയി. ഹല്ലേലൂയ ഉയർത്തെഴുന്നേറ്റ സാക്ഷ്യം കേട്ടു, ശരിയാണ്. പക്ഷേ അവർ പിന്നെയും പടകും വലയും എടുത്തുകൊണ്ട് പോയി. ഇതൊന്നും അവർ മൈൻഡ് ചെയ്യുന്നേയില്ല. ഹല്ലേലൂയ അവരവരുടേതായ തൊഴിൽ ചെയ്യാൻ വീണ്ടും പോയി. പക്ഷേ വിളിച്ച കർത്താവ്, വാഗ്ദത്തം ചെയ്ത കർത്താവ്, സഭ പണിയുമെന്ന് ഹല്ലേലൂയ പ്രവചിച്ച കർത്താവ്, ഹല്ലേലൂയ സഭ ആരെ കൊണ്ടാണോ പണിയിക്കേണ്ടത് ആ ഹല്ലേലൂയ അദ്ദേഹത്തെ തേടി, ആ ശിഷ്യന്മാരെ തേടി കർത്താവ് അവർ നിൽക്കുന്ന സ്ഥലത്തെത്തി. ഹല്ലേലൂയ ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവ് അടക്കപ്പെട്ടില്ലേ, കർത്താവിൻ്റെ കാര്യം അവസാനിച്ചില്ലേ, ഇനിയൊന്നും നടക്കത്തില്ല. ശിഷ്യന്മാർ ചിന്തിച്ചത് കർത്താവ് ഞങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ, ജീവനോടിരിക്കുമ്പോൾ ഞങ്ങൾ ചിലത് സംഭവിക്കുമെന്നാണ്. പക്ഷേ കർത്താവിന് പറയാനുള്ളത്, നിങ്ങൾ ഹല്ലേലൂയ ഞാൻ ജീവനോടെ നിൽക്കുമ്പോഴല്ല, എന്ന് വെച്ചാൽ മനുഷ്യനായി നിൽക്കുമ്പോഴല്ല, ഞാൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഒരുവനെ
പിതാവായ ദൈവം അയക്കുന്നുണ്ട്. അത് സാക്ഷാൽ പരിശുദ്ധാത്മാവാണ്. അവനാണ് ഹല്ലേലൂയ എന്നിലൂടെ കേട്ട വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നവൻ. ആ പരിശുദ്ധാത്മാവാണ് എന്നിലൂടെ കേട്ട പ്രവചനം അല്ലെങ്കിൽ നിങ്ങളിൽ നിവർത്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കേട്ട വാഗ്ദത്തം നിവർത്തിക്കാൻ, ഇതിനകത്ത് കേട്ട ദൂതുകൾ നിവർത്തിക്കാൻ സമയമായി. ഇതിനകത്ത് കേട്ട വാഗ്ദത്തം നിവർത്തിക്കാൻ സമയമായി. പത്രോസ് പറയുകയാണ്, ഇനി ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം സകലരും ചേർന്ന് യേശു കർത്താവിനെ ചാട്ടവാറ് കൊണ്ടടിച്ച് ഹല്ലേലൂയ ക്രൂശിച്ചതാണ്. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ ഹല്ലേലൂയ കർത്താവിനെ ക്രൂശിച്ചതാണ്. ഇനി നടക്കത്തില്ല. അവൻ കല്ലറയ്ക്കകത്ത് കയറി, ഇനി ഞങ്ങളുടെ വാഗ്ദത്തം നിറവേറത്തില്ല. ഹല്ലേലൂയ. കർത്താവ് പറയുന്ന ഒറ്റ കാര്യം, ഹല്ലേലൂയ, നിങ്ങളുടെ സമയത്തല്ല ഞാൻ പ്രവർത്തിക്കുന്നത്. എൻ്റെ സമയത്ത് ഞാൻ ആത്മനിയോഗത്തോടെ പുറത്തിറങ്ങും. ആ പുറത്തിറങ്ങി ഉയർത്തെഴുന്നേറ്റതിനു ശേഷം ഒരു കാര്യസ്ഥനെ ഞാൻ അയച്ചു തരും. അവനുമായിട്ടാണ് നിങ്ങൾക്ക് കാര്യം. അവനാണ് നിങ്ങളുടെ വാഗ്ദത്തം നിവർത്തിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് നിങ്ങളെ അസാധാരണമായി ഉപയോഗിക്കുന്നത്. ആ പരിശുദ്ധാത്മാവാണ് അസാധാരണമായി നിങ്ങളെ ശുശ്രൂഷകളിൽ പുറത്തെടുക്കുന്നത്. ആത്മാവിനോട് ഇടപെടുന്നത് ദൈവത്തിൻ്റെ ടൈം ഹല്ലേലൂയ പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാതെ ഹല്ലേലൂയ പലപ്പോഴും നിങ്ങളുടേതായ ഇഷ്ടത്തിൽ നിങ്ങൾ പോയെങ്കിലും ആത്മാവിനോട് ഇടപെടുന്നത് ഹല്ലേലൂയ നിങ്ങൾ പുറത്തിറങ്ങാൻ സമയമായിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ ആത്മനിയോഗത്തോടെ നിങ്ങൾ പുറത്തിറങ്ങാൻ സമയമായിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. ഹല്ലേലൂയ നിങ്ങൾ നാറ്റം വെച്ചു എന്ന് പറഞ്ഞ വിഷയത്തിനകത്ത്, ഹല്ലേലൂയ പുറത്തു വരാൻ പറ്റത്തില്ലെന്ന് പറയുന്ന വിഷയത്തിനകത്ത്, ദൈവം പകർന്ന് നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്ന വിഷയത്തിനകത്ത് ഇതിനെ റീസ്റ്റോർ ചെയ്യാൻ, ഒന്നും കൂടെ ആക്ടിവേഷൻ ചെയ്യാൻ, ഒന്നും കൂടെ നിങ്ങളെ തുറക്കാൻ പരിശുദ്ധാത്മാവിന് ഇഷ്ടമുണ്ട്. പരിശുദ്ധാത്മാവ് തയ്യാറാണ്. നീ സമർപ്പിക്കാൻ തയ്യാറായാൽ അങ്ങനെ ഒരു ആത്മ പകർച്ചയിൽ അഭിഷക്തനെ നിങ്ങൾ പുറത്തു വരും. നിന്നെ കെട്ടിയിട്ട വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ആത്മാവിനോട് ഇടപെടുന്നത്, അല്ലെങ്കിൽ കെട്ടപ്പെട്ട വിഷയത്തിനകത്ത് അല്ലെങ്കിൽ ആത്മനിയോഗത്തിൽ നീ പൊട്ടിച്ച് പുറത്തു വരുമെന്നാണ്. ആത്മനിയോഗത്തിൽ നീ ഉപവസിക്കാൻ തയ്യാറായാൽ, ആത്മനിയോഗത്തിൽ നിന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ, കാലതാമസം കൂടാതെ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം നിന്റെ കുടുംബത്തിനകത്തും തലമുറയുടെ മേലും ദൈവം വെളിപ്പെടുത്തുമെന്ന് ആത്മനിയോഗത്തിൽ ദൂത് കൈമാറുകയാണ്. ലഠിമഹോഷ് മാരിയാല അർത്ഥലെ മഹഷ്മാറയാല ലേഷ്മേലിയാല കർത്തന അസാധാരണ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണം മനുഷ്യനിൽ സംഭവിക്കട്ടെ. ലാബ്രാഖാചേരിയാല ഷൈചേരിയാല റിറ്റമഗസ്മേലിയാല ഗസ്മേ റബബബ ശനനനന ശമനഗസിയാല കർത്തനാദയാല ലൈഷ്മാനിയാല കർത്തന മഹസ്മാനിയ ലിറ്റമമ റകിറ്റാലതസി യുബ്രാഖാറ്റാന മമ സെക്രട്ടേറിയാല ഇന്ന് രാത്രി ചില വാഗ്ദത്തം നിവർത്തി വരുന്ന രാത്രിയാണ്. വാഗ്ദത്തമുള്ള സന്തതികൾ പുറത്തിറങ്ങുന്ന രാത്രിയാണ് ഇന്ന് രാത്രി. ഹല്ലേലൂയ. ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിയോഗമുള്ളവനെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. ആത്മനിയോഗത്തിൽ ചിലർ പൊട്ടിച്ച് പുറത്തു വരുന്ന രാത്രിയാണ്. പൊട്ടിച്ച് പുറത്തു വരുന്ന രാത്രിയാണ്. സ്വയമേ നീ പൊട്ടിച്ച് പുറത്തു വരികയാ. ആത്മനിയോഗത്തിൽ പൊട്ടിച്ച് പുറത്തു വരികയാണ്. നിന്നെ ബ്ലോക്ക് ചെയ്തതിനെ പൊട്ടിക്കാനുള്ള അധികാരം ആത്മാവ് നിന്റെ മേൽ കൈമാറുകയാ. സഭയുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നിവർത്തി വരികയാണ്. സഭ പുറത്തിറങ്ങുമെന്നൊരു വാഗ്ദത്തമുണ്ട്.
പുറത്തു വരുമെന്ന് വാഗ്ദത്തമുണ്ട്. പട്ടണത്തിൽ ശോഭിക്കുമെന്ന് വാഗ്ദത്തമുണ്ട്. അതിൻ്റെ നിവർത്തിയിലേക്ക് ഇന്നു മുതൽ സഭ കയറുകയാ. സഭയുടെ പണികൾ തുടങ്ങാൻ സമയമായി. സഭയ്ക്ക് അടിസ്ഥാനമിടാൻ സമയമായി. സഭയ്ക്ക് അടിസ്ഥാനമിടാൻ സമയമായി. സഭയ്ക്ക് പ്ലാൻ തയ്യാറാക്കാൻ സമയമായി. സഭയ്ക്ക് പ്ലാൻ തയ്യാറാക്കാൻ സമയമായി. സഭയുടെ ഡെലിവറൻസ് ആരംഭിച്ചു കഴിഞ്ഞു. ഒരു ദേശത്ത് ഒരു സഭ വന്നാൽ ഏറെ സന്തോഷിക്കുന്നത് സ്വർഗമാണ്. സഭ ക്രിസ്തുവിൻ്റെയാണ്. സഭ ക്രിസ്തുവിൻ്റെയാണ്. ക്രിസ്തു സഭയെ പണിയും. ഹല്ലേലൂയ. പാതാള ഗോപുരങ്ങൾക്കോ അല്ലെങ്കിൽ പാതാള ശക്തികൾക്കോ അതിനെ ജയിക്കാൻ കഴിയത്തില്ല. കാരണം അടിസ്ഥാനമിടുന്നത് കർത്താവാണ്. പത്രോസിൻ്റെ അരികിൽ കർത്താവ് വന്നതും ശിഷ്യന്മാരുടെ അരികിൽ കർത്താവ് വന്നതും ശിഷ്യന്മാർക്കും മനസ്സിലായില്ല. അവർ ഹല്ലേലൂയ അവരുടേതായ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്ന് രാത്രിയിൽ ആത്മാവ് ശക്തമായി ഇടപെടുന്നത് നിനക്കും മനസ്സിലാകാത്തത് ആത്മാവ് നിന്റെ പ്രാർത്ഥനാ റൂമിനകത്ത് നിനക്ക് മനസ്സിലാക്കി തരുന്ന ഹല്ലേലൂയ നാഴിക അടുത്തിരിക്കുകയാണ്. ജീസസ് യേശു കർത്താവ് സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് പറയുകയാണ്, ഇവൻ കർത്താവാണ്. ഹല്ലേലൂയ. സാധാരണ ഒരു മനുഷ്യനല്ല, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ഈ കർത്താവുമായിട്ടാണ് നിനക്ക് കാര്യം. സഭ പുറത്തു വരാൻ സമയമായി. ഞാനത് ആവർത്തിച്ച് പറയുന്നത് അതിനകത്തൊരു വലിയ നിവർത്തി ഇന്ന് രാത്രി മുതൽ സംഭവിക്കുകയാണ്. യേശു കർത്താവിനെ ക്രൂശിച്ച് കല്ലറയ്ക്കകത്ത് കയറ്റിയ നിമിഷം മുതൽ എല്ലാവരുടെയും മനസ്സിനകത്തൊരു വലിയ വ്യാകുലതയുണ്ട്, വലിയ ആകുലതയുണ്ട്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? പക്ഷേ അല്ലെങ്കിൽ സ്വർഗത്തിന് ഒരാകുലതയില്ല കേട്ടോ. സ്വർഗത്തിന് ഒരു നിരാശയില്ല കേട്ടോ. സ്വർഗത്തിന് ഒരു ദുഃഖമില്ല കേട്ടോ. സ്വർഗത്തിന് ടെൻഷനില്ല. എങ്ങനെ നടക്കും, എന്ത് നടക്കും, അടുത്ത സമയത്ത് എന്ത് നടക്കും ഇങ്ങനെ ഒരു ചിന്ത ഹല്ലേലൂയ സ്വർഗത്തിനില്ല. ഹല്ലേലൂയ. ദൂതന്മാർ വരെ വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. പിതാവായ ദൈവം മൂന്നാമത്തെ ദിവസമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുകയാൽ ആ ദിവസത്തിൽ ചെയ്യാൻ എപ്പോഴാണ് ഇറങ്ങുന്നത് എന്ന് നോക്കിക്കൊണ്ട് ദൂതന്മാർ വെയിറ്റ് ചെയ്യുകയാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ടൈമിൽ കർത്താവിനെ ഉയർത്താൻ ഉയരത്തിൽ ഒരുവൻ ഇറങ്ങുന്നുണ്ട്. വാഗ്ദത്തമുള്ളവനെ പിടിച്ചു വയ്ക്കാൻ പിശാചിന് പറ്റത്തില്ല. അധികാരികൾക്ക് പറ്റത്തില്ല. നിയമങ്ങൾക്ക് പറ്റത്തില്ല. കുടുംബത്തിന് പറ്റത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഡ്യൂക്കേഷന് പറ്റത്തില്ല. അഭിഷേകമുള്ള നിന്നെ പൂട്ടാൻ ഹല്ലേലൂയ ലോകത്തിലെ ഒന്നിനും കഴിയത്തില്ല. ഹല്ലേലൂയ. കാരണം അഭിഷേകം ഇട്ടത് സ്വർഗമാണ്. ആ നിയോഗമുണ്ട്. ആ അഭിഷേകത്തിലൊരു നിയോഗമുണ്ട്. ആ അഭിഷേകത്തിലൊരു ശക്തിയുണ്ട്. ആ ശക്തി നീ പുറത്തു വരും. ദേശത്ത് വാഗ്ദത്തമുള്ള സഭ മറഞ്ഞിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ജീസസ് വാഗ്ദത്തമുള്ള കർത്താവ് മറഞ്ഞിരിക്കാൻ പിതാവായ ദൈവം അനുവദിക്കത്തില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുക. നമ്മിൽ വസിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്.
വാഗ്ദത്തത്തെ നിവർത്തിക്കാൻ ശക്തനായ കർത്താവാണ്. ആ കർത്താവിൻ്റെ അഭിഷേകമാണ് നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ അഭിഷേകത്തിൻ്റെ നിറവിലാണ് നാം നിൽക്കുന്നത്. നാം പറഞ്ഞാൽ പിശാച് മാറത്തില്ല, പക്ഷേ കർത്താവ് പറഞ്ഞാൽ പിശാച് മാറും. ഹല്ലേലൂയ. ആ കർത്താവ് നമ്മിൽ വസിച്ചിരിക്കുകയാൽ, ആ കർത്താവിൻ്റെ അഭിഷേകം നമ്മിൽ വസിച്ചിരിക്കുകയാൽ, ഹല്ലേലൂയ, ആ അഭിഷേകത്തിൻ്റെ നിറവിൽ നാം ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. അതങ്ങനെ തന്നെ സംഭവിക്കും. അഭിഷേകത്തിന്റെ നിയോഗത്തിൽ നീ പുറത്തു വന്നിരിക്കും യേശുവിൻ നാമത്തിൽ. ഞാൻ +2 പഠിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഞാൻ അഭിഷേകം പ്രാപിക്കുന്നത്. +2 പഠിക്കുന്ന സമയം. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് വചനം അറിയത്തില്ല. ആ സമയത്ത് എനിക്ക് നന്നായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. എങ്ങനെയാണ് ആത്മാവ് ഇടപെടുന്നത്, എങ്ങനെയാണ് അഭിഷേകം പ്രാപിക്കുന്നത്, എങ്ങനെയാണ് എന്താ ഒന്നും അറിയത്തില്ല. ഒരു കാര്യം അറിയത്തില്ല. ഒറ്റ കാര്യം അറിയാം, പ്രാർത്ഥിക്കാൻ അറിയാം. ഹല്ലേലൂയ. ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രി മുഴുവനും ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്. രാത്രി മുഴുവനും ഇരുന്ന് നിലവിളിക്കുകയാണ്. എന്നും രാത്രിയിൽ 12 മണിയാകുമ്പോൾ അല്ലെങ്കിൽ കിടക്കുന്ന സ്ഥലത്ത് ഞാൻ എഴുന്നേറ്റിരിക്കും. അല്ലെങ്കിൽ എഴുന്നേറ്റിരുന്ന ഒറ്റ പ്രാർത്ഥന, +2 ജയിക്കണമെന്നല്ല, +1 ജയിക്കണമെന്നല്ല, അല്ലെങ്കിൽ നല്ല മാർക്ക് കിട്ടണമെന്നല്ല ഞാൻ പ്രാർത്ഥിക്കുന്നത്. എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഹല്ലേലൂയ, അഭിഷേകം വേണം, എനിക്ക് അന്യഭാഷയിൽ ആരാധിക്കണം, എനിക്ക് പരിശുദ്ധാത്മാവിനെ നിറയണം. ഈ ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു നീണ്ട 4 വർഷത്തെ പ്രാർത്ഥന. 4 വർഷത്തെ പ്രാർത്ഥന. അല്ലെങ്കിൽ എനിക്ക് അഭിഷേകം പ്രാപിക്കണം, അഭിഷേകം പ്രാപിക്കണം. ഈ അഭിഷേകം പ്രാപിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് തുടങ്ങിയ സമയം മുതൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്നിൽ ആരംഭിച്ചു തുടങ്ങി യേശുവിൻ നാമത്തിൽ. ആ സമയത്ത് എൻ്റെ മേൽ വാഗ്ദത്തം കിടപ്പുണ്ട്. ആ സമയത്ത് ഞാൻ ദൂത് കേട്ടിട്ടിരിക്കുകയാണ്, നീ ഒരു ശുശ്രൂഷകനാണ്, അല്ലെങ്കിൽ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ളവനാണ്. ഈ ദൂത് കേട്ടിട്ടിരിക്കവേ ഹല്ലേലൂയ, ആ സമയത്തൊന്നും ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടില്ല. ദൂത് കേൾക്കുമ്പോഴൊന്നും അഭിഷേകത്തിലല്ല, ചെറുപ്രായത്തിലാണ് ദൂത് കേൾക്കുന്നത്. പക്ഷേ +2 പഠിക്കുന്ന സമയത്ത് ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുകയാണ്. ചർച്ചിൽ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുന്ന സമയത്ത് ഹല്ലേലൂയ, ലാസ്റ്റ് 3 ദിവസം ആ 3 ദിവസം മാത്രമേ എനിക്ക് ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ പറ്റുകയുള്ളൂ. ഹല്ലേലൂയ, അതായത് ഹല്ലേലൂയ മുഴുവനായിട്ട് സംബന്ധിക്കാൻ പറ്റുള്ളൂ. മറ്റേത് രാത്രികളിലൊക്കെ പോകും. പക്ഷേ അപ്പോഴൊക്കെ ഉപവസിക്കുന്നില്ല, പക്ഷെ പ്രാർത്ഥിക്കുന്നുണ്ട്, അഭിഷേകം പ്രാപിക്കണം. കുഞ്ഞുങ്ങളൊക്കെ ആരാധിക്കുമ്പോൾ ഞാനും ഏറെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്, എനിക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കണം. പക്ഷേ ആ സമയത്ത് നടക്കുന്നില്ല. ദൈവമേ, ഞാൻ പാപിയായതുകൊണ്ടാണോ? ദൈവമേ, ഇതൊന്നും നടക്കാത്തത് ഞാൻ പാപിയായതുകൊണ്ടാണോ? ഞാനാണെങ്കിൽ ദൈവത്തെ വേദനിപ്പിക്കുന്നത് കൊണ്ടാണോ? പല ചിന്തകൾ എന്നെ അലട്ടിയിരുന്നു കേട്ടോ, പല ചിന്തകൾ എന്നെ അലട്ടിയിരുന്നു. പക്ഷേ ആ സമയത്തൊക്കെ പ്രാർത്ഥിക്കുകയാണ്. അന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് പല്ലുവേദന വരുമായിരുന്നു, നല്ലപോലെ പല്ലുവേദന വരുമായിരുന്നു. ആ സമയത്ത് രാത്രികളിലൊക്കെ പല്ലുവേദന എടുത്ത് കരയുന്ന രാത്രികൾ ഒരുപാടുണ്ടായിരുന്നു. ഒരു രാത്രി ഞാൻ നിലവിളിച്ച് കരയുമ്പോൾ എൻ്റെ പപ്പ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, മോനെ എന്താടാ പല്ലുവേദന എടുക്കുന്നു? കാരണം അപ്പൻ ലൈറ്റ് ഇട്ടിട്ടില്ല, ഞാൻ ഇരുട്ടിനകത്താണ് ഇരിക്കുന്നത്. ആ സമയത്ത് അപ്പൻ ജസ്റ്റ് എന്നോട് ചോദിച്ചു, നിനക്ക് പല്ലുവേദന എടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു ഇല്ലപ്പാ, ഒന്നുമില്ല. നീ പിന്നെ എന്തിനാ കരയുന്നത്? ഞാൻ പറഞ്ഞു ഒന്നുമില്ല. അപ്പൻ കിടന്നോ എന്ന് മാത്രം പറഞ്ഞിട്ട് ഞാനിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ എൻ്റെ മേലിറങ്ങണമേ, പരിശുദ്ധാത്മാവേ എൻ്റെ മേലിറങ്ങണമേ. വാഗ്ദത്തം കിടപ്പുണ്ട്, ശുശ്രൂഷകനാകും. പക്ഷേ അഭിഷേകമില്ലാതെ എന്ത് ശുശ്രൂഷ? ഹല്ലേലൂയ. ദൈവകൃപയില്ലാതെ എന്ത് ശുശ്രൂഷ? ഹല്ലേലൂയ. ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള വ്യാകുലതകളാണ് എൻ്റെ അകത്ത് അലട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദിവസം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഹല്ലേലൂയ, സ്കൂളിൽ പോകുന്ന സമയത്ത് എൻ്റെ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ ഞാൻ നാളെ വരത്തില്ല, എനിക്ക് നാളെ ചർച്ചിൽ പോകണം. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ അന്നേരം അവനോട് പറഞ്ഞു, എടാ ഞാനും എന്നാൽ വരുന്നില്ല. എന്താ, ഞങ്ങളുടെ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രേയർ അടക്കുകയാണ്, ഞാനും ചർച്ചിൽ പോവുക. ലാസ്റ്റ് 3 ദിവസമാണ് എനിക്കും ഉപവസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവൻ പറഞ്ഞു, ഓക്കെ, നീ ചർച്ചിൽ പോയിക്കൊള്ളുക, നീ ഇനി സ്കൂളിൽ വരരുത്, നീ പ്രാർത്ഥിക്കാൻ വേണ്ടി പോയിക്കൊള്ളുക, ദൈവം നിന്നിൽ വലിയ കാര്യങ്ങളെ ചെയ്യും. പക്ഷേ
ഹല്ലേലൂയ. അവൻ എന്നോട് പറഞ്ഞയാൾ വിശ്വാസത്തിലുള്ള പയ്യനല്ല കേട്ടോ. ഹല്ലേലൂയ. വിശ്വാസിയല്ലവൻ. ഹല്ലേലൂയ. പക്ഷെ അവൻ എന്നോട് പറഞ്ഞു, നീ പൊയ്ക്കൊള്ളുക, അത് അനുഗ്രഹമായിരിക്കും. ഞാൻ അന്ന് ചർച്ചിൽ പോയില്ല. ഇവൻ പറഞ്ഞ ആ ദിവസത്തിൽ, അതായത് പിറ്റേ ദിവസത്തിൽ ഞാൻ പോയില്ല. പിറ്റേ ദിവസം പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു, ചർച്ചിൽ പോകാതെ വീട്ടിൽ തന്നെ ഇരുന്നു. കാരണം എൻ്റെ അകത്തുള്ള വ്യാകുലത ഒറ്റ കാര്യമാണ്, ഞാൻ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അഭിഷേകം കിട്ടിയില്ല, അതുകൊണ്ട് ഇനി മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ഇനി മുതൽ ഞാൻ ഉപവസിക്കുന്നില്ല എന്നൊരു വ്യാകുലത. പക്ഷേ ഈ ചിന്ത എൻ്റെ മനസ്സിനകത്തിരിക്കുമ്പോൾ തന്നെ ഞാൻ കാണുന്നൊരു കാഴ്ച, എൻ്റെ കൂടെ ഒരാൾ നിൽക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ കൂടെ ഒരാളുണ്ട്. ഞാൻ എവിടെ ചെന്നാലും എൻ്റെ പുറവശത്തായിട്ട് ഒരാൾ നിൽക്കുന്നത് എനിക്കറിയാം. എന്നെക്കാളിലും പൊക്കമുള്ള ഒരാൾ എൻ്റെ അരികിൽ നിൽക്കുന്നത് എനിക്കറിയാം. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആളെ കാണത്തില്ല. ഹല്ലേലൂയ. അന്ന് രാത്രി മുഴുവനും ഹല്ലേലൂയ ഇദ്ദേഹം എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ കിടക്കുന്ന സ്ഥലത്തും ഇദ്ദേഹം നിൽക്കുന്നത് എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. പക്ഷേ ആളാരാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഹല്ലേലൂയ. ആളാരാണെന്ന് എനിക്കറിയത്തില്ല. അന്ന് രാത്രിയിൽ ഹല്ലേലൂയ ഞാൻ ദിവസവും പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നത് പോലെ അന്ന് രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റു. അന്ന് രാത്രി ഞാൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചില്ല, അന്ന് രാത്രി 15 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളൂ. 4 വർഷം പ്രാർത്ഥിച്ചതിലും വളരെ അധികാരത്തോടെ ആ 15 മിനിറ്റ് പ്രാർത്ഥിച്ചു. കാരണം ഒരുവൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്, ഒരുവൻ എൻ്റെ കൂടെ നിൽക്കുകയാണ്. അവൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് ചർച്ചിൽ പോകാൻ റെഡിയായി. പക്ഷേ ഏറ്റവും ലേറ്റായി ചെന്നത് ഞാനാണ്. ആ ചർച്ചിൽ ഏറ്റവും ലേറ്റായി ചെന്നത് ഞാനാണ്. ഞാൻ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നത്. ഫ്രണ്ടിൽ ചെന്നിരിക്കാൻ നാണമാണ്. കാരണം ഫ്രണ്ടിൽ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ നൃത്തം ചെയ്ത് ആരാധിക്കുമ്പോൾ അഭിഷേകമില്ലാത്തവൻ എന്തിനു മുൻപിൽ ചെന്നിരിക്കണം? അഭിഷേകമില്ലാത്ത ഞാൻ പുറകിലിരുന്നു കൊള്ളാമെന്ന് മനസ്സിൽ നിശ്ചയിച്ച് ഞാൻ ഏറ്റവും പുറകിലിരിക്കുമ്പോൾ എൻ്റെ അകത്ത് ഞാൻ ചിന്തിക്കുകയാണ്. ഞാൻ കരയുന്ന ഒരു കരച്ചിലുണ്ട്. കർത്താവേ, കുഞ്ഞുങ്ങളൊക്കെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ എനിക്ക് എന്തുകൊണ്ട് ആത്മാവിൽ ആരാധിക്കാൻ കഴിയുന്നില്ല? ഈ പ്രാർത്ഥന എൻ്റെ അകത്തുനിന്ന് ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കാണുന്നൊരു കാഴ്ച, ഉയരത്തിന്ന് സ്വർഗത്തിൽ നിന്ന് ഹല്ലേലൂയ തീ ഇറങ്ങി വരുന്നത്, തീ പോലൊരു ഗോളം ഇറങ്ങി വരുന്നൊരു കാഴ്ച അന്ന് പകലിൽ സഭയ്ക്കകത്ത് വെച്ച് കണ്ടു. ആ സഭയ്ക്കകത്ത് വെച്ച് ആ ദർശനം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ അകത്ത് നിന്ന് അസാധാരണമാകുന്ന ശക്തിയിൽ അല്ലെങ്കിൽ അന്യഭാഷകൾ പുറത്തു വരാൻ തുടങ്ങി. അസാധാരണമായ ശക്തിയിൽ അന്യഭാഷകൾ പുറത്തു വരാൻ തുടങ്ങി. ഈ അന്യഭാഷകൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ കൂടെ നടന്നയാളെ ആലയത്തിനകത്ത് ഞാൻ കണ്ടു. അന്യഭാഷകളിൽ ആരാധിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കൂടെ തലേ ദിവസം നടന്നയാളെ ഞാൻ കണ്ടു. ഹല്ലേലൂയ. അതൊരു ദൂതനായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു ദൂതനായിരുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നതിന് മുൻപ് ദൂതന്മാർ നിന്റെ അരികിൽ ഇറങ്ങും. പരിശുദ്ധാത്മാവ് അത്ഭുതം ചെയ്യുന്നതിന് മുൻപ് ദൂതന്മാർ നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങുന്നത് വെറുതെയല്ല. പരിശുദ്ധാത്മാവ് നിന്നിൽ പ്രവർത്തിക്കാൻ ടൈമായി എന്നതിൻ്റെ ഏക തെളിവാണ് ദൂതന്മാർ നിന്റെ അരികിൽ ഇറങ്ങുന്നത്. ക്രിസ്തു ഉയർക്കുന്നതിന് മുൻപ് ദൂതന്മാർ കല്ലറയിൽ ഇറങ്ങിയിരുന്നു, കല്ലുരുട്ടി മാറ്റാൻ ഇറങ്ങിയിരുന്നു. നിന്റെ വിഷയത്തിന്റെ കല്ലുരുട്ടി മാറ്റാൻ സ്വർഗത്തിൽ ദൂതന്മാർ ഇറങ്ങുന്ന രാത്രിയാണ്. ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ആത്മാവിന്റെ നിയോഗത്തോടെ നീ വായ്ത്തത്വത്തിനകത്ത് കയറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ഞാൻ പേര് വിളിച്ച് പറയുന്നില്ല, ഞാൻ തലയിൽ കരം തൊട്ടും പറയുന്നില്ല. പക്ഷെ ആത്മാവിൻ്റെ നിയോഗത്തിൽ വിളിച്ചു പറയുകയാണ്, നീ വായ്ത്തത്വത്തിനകത്ത് കയറാൻ സമയമായി.
ക്രിസ്തുവിലൂടെ നീ കേട്ട വാഗ്ദത്തം, വചനത്തിലൂടെ നീ കേട്ട പ്രവചനം, അതിൻ്റെ നിവർത്തി വരുത്താൻ ഉയരത്തിന്നൊരു അഭിഷേകം നിന്റെ ശിരസിന്റെ മേൽ ഇന്ന് രാത്രി വീഴുകയാണ്. ഇന്ന് രാത്രി വീഴുകയാണ്. ഇന്ന് രാത്രി വീഴുകയാണ്. ചില വാഗ്ദത്തത്തിന്റെ സീല് ഇന്ന് രാത്രി പൊട്ടുകയാണ്. ചില വാഗ്ദത്തത്തിന്റെ സീല് ഇന്ന് രാത്രി പൊട്ടുകയാണ്. ഇന്ന് രാത്രി പൊട്ടുകയാണ്. മറഞ്ഞിരിക്കേണ്ടുന്നയാളല്ല, പുറത്തു വരേണ്ടുന്ന ടൈമായി. നീ പുറത്തു വരേണ്ടുന്ന ടൈമായി. നിന്റെ വാഗ്ദത്തം നിവർത്തിയാകാൻ ടൈമായി. ചില മേഖലകളെ, ചില ഇരുളിന്റെ മേഖലകളെ ഇന്ന് രാത്രി നീ വെട്ടുക. ഇന്ന് രാത്രിയിൽ വെട്ടുക. Lama shangana dasi, lama nagata sarama shana dasiala, artana dayara kashmaniala, libra chalama shemaniala, artana diyara kartana dayala, litarama shmaniala kartana dayala. നിന്നെ വായ്ത്തത്തിനകത്തു കയറ്റാതെ, നിന്നെ വായ്ത്തത്തിനകത്തു കയറ്റാതെ പുറകോട്ട് വലിക്കുന്ന മേഖലകളെ, ഇരുളിന്റെ മേഖലകളെ ഇന്ന് രാത്രിയിൽ ആത്മാവിൽ നീ ജയിക്കുക. ഇരുളിന്റെ മേഖലകളെ ആത്മാവിൽ ജയിക്കുക. ജയിക്കുക, 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 ജയിക്കുക. ലെബനി ഹോറമാനഗസിയാല ആർത്തെ റിബിൽ കമേനിയാന കശ്മേനി ആർത്തി റിബിൽ കമേനിയാന കർത്തനാദയാന ലിറ്റാറമ ഷെമേനിയാന. ദേശത്തൊരു മാന്യത ഇന്ന് രാത്രി മുതൽ വീഴുകയാണ്. ഇന്ന് രാത്രി മുതൽ കരയുന്ന വിഷയത്തിനകത്ത് ചിലരുടെ മേൽ വീഴുകയാണ്. ചിലരുടെ മേൽ വീഴുകയാണ്. ചിലരുടെ മേൽ വീഴുകയാണ്. ഇന്ന് രാത്രിയും നിന്നെ നിന്ദിപ്പിച്ച, നിന്നെ പരിഹാസകോലമാക്കിയ ചില വിഷയത്തെ, ചില ഇരുളിന്റെ മേഖലകളെ ഇന്ന് രാത്രി നീ വെട്ടുക. ഇന്ന് രാത്രി വെട്ടുക. ഇന്ന് രാത്രി വെട്ടുക. ഇന്ന് രാത്രി വെട്ടുക. നിന്റെ വായ്ത്തത്തിനെതിരെ നിൽക്കുന്ന, നിന്റെ സഭയുടെ വായ്ത്തത്തിനെതിരെ നിൽക്കുന്ന അർത്തമീസിന്റെ ദേവിയെ പോലെയുള്ള ചില മേഖലകളെ ഇന്ന് രാത്രി വെട്ടുക. ഇന്ന് രാത്രി വെട്ടുക. ഇന്ന് രാത്രി വെട്ടുക. ഉയരത്തിൽ നിന്ന് ഇടിമിന്നൽ അടിക്കുന്നത് പോലെ, ഇടിമിന്നൽ അടിക്കുന്നത് പോലെ ചില വസ്തുവിന്റെ മേൽ സ്വർഗീയ തീ വീഴുകയാണ്. സ്വർഗീയ തീ വീഴുകയാണ്. ഇടിമിന്നൽ അടിക്കുന്നത് പോലെ, ഉയരത്തിൽ ഇടിമിന്നൽ ഭൂമിയിൽ അടിക്കുന്നത് പോലെ ചില വസ്തുവിന്റെ മേൽ സ്വർഗീയ തീ വീഴുകയാണ്. റബന ഹദര ഹദന ഹദര മഹഷ്മാനിയാന അർത്ഥന മഹൂരഗനഗസിയാന ലീബ്ര ടേരിയാന കർത്തനാദയാന ലീഷാനോ യോറഖീനാദസി ആർത്തി മിഹിനഗസ്മിയ ഏഷ്മോർ ബിൻ നംറഹേലി ആർത്തി മഹോഷ്മേരിയാന ലീബ്ര ടേരിയാന. നാസർ പുറത്തു വരുമോ? പുറത്തു വരും. ക്രിസ്തു പുറത്തു വരുമോ? പുറത്തു വരും. ക്രിസ്തു പുറത്തു വരുമോ? പുറത്തു വരും. ക്രിസ്തു പുറത്തു വരുന്നതിന് മുൻപ് ദൂതന്മാർ കല്ലറയിൽ ഇറങ്ങും. കല്ലറയിൽ ഇറങ്ങും. ഹല്ലേലൂയ. ക്രിസ്തു നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൂതന്മാർ നിന്റെ അരികിൽ ഇറങ്ങി വരികയാണ്. പരിശുദ്ധനേ രാജാവേ ചില വാഗ്ദത്തങ്ങൾ ഇവളിൽ സംഭവിക്കട്ടെ. ഇവളിൽ ഇന്നു മുതൽ ചില വാഗ്ദത്തങ്ങൾ സംഭവിക്കട്ടെ. ചില വാഗ്ദത്തങ്ങൾ സംഭവിക്കട്ടെ. തലമുറകൾക്കെതിരെ നിൽക്കുന്ന മേഖലകളെ ആത്മാവിൽ തിരിച്ചറിഞ്ഞു വെട്ടാൻ സ്വർഗ ഇവളിലേക്കൊരു അഭിഷേകം, ഈ കുഞ്ഞിലേക്കൊരു അഭിഷേകം ഇന്നു മുതൽ സ്വർഗമിടുന്നതിനായി, 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 സ്വർഗമിടുന്നതിനായി. മറഞ്ഞിരുന്ന് പോരാടുന്ന ഇരുളിന്റെ മേഖലകളെ തിരിച്ചറിഞ്ഞു വെട്ടാൻ ഒരു ദൈവകൃപ ഇവരുടെ മേൽ ഇന്നു മുതൽ വീഴുന്നതിനായി, ഇന്നു മുതൽ വീഴുന്നതിനായി
ഇവരുടെ പാദത്തിൽ വീഴുന്നതിനായി ഇവർ ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ഇവർ ചവിട്ടുന്ന സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ. ലമേലി അറമനഗതിയാന അറശമനഗതിയാന അർഷനഗസിയാന ലീറ്റാറമനഗതിയാന വിരമനഗതിയാന. ഇവരുടെ എഡ്യൂക്കേഷനുകളെ ബ്ലോക്ക് ചെയ്യുന്ന മേഖലകളെ ഇവൾ ആത്മാവിൽ തിരിച്ചറിഞ്ഞ് വെട്ടട്ടെ. ലേഖേനിയാ ലേഖേനിയാ ലേഖേനിയാന എനേമേ ശമനിയാസിയാന യമനഗെ ലബേനിയാ നഗസിയാന വിരിമേ നഗശ്മാനിയാന. ഇന്നു മുതൽ നീ നിന്റെ വാഗ്ദത്തത്തിൽ പുറത്തു വരികയാണ്. ഇന്നു മുതൽ നീ നിന്റെ വാഗ്ദത്തത്തിൽ പുറത്തു വരികയാണ്. നിന്റെ കൂടെ ദൂതന്മാർ നടക്കുന്ന നിനക്ക് കാണാൻ പറ്റും കേട്ടോ. നിന്റെ അരികിൽ ദൂതന്മാർ ഇറങ്ങി നിൽക്കുന്ന നിനക്ക് കാണാൻ പറ്റും. നിനക്ക് കാണാൻ പറ്റും. നിനക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ നോക്കി വെല്ലുവിളിച്ച മേഖലകളെ നീ ഇനി മുതൽ വെട്ടാൻ പോകുകയാണ്. ഇന്നു മുതൽ നീ വെട്ടാൻ പോകുകയാണ്. പത്രോസിനെ പുറകോട്ട് വലിച്ച സഭ പണിയിക്കാതെ ശുശ്രൂഷകൾ ചെയ്യിക്കാതെ അതിനെ പുറകോട്ട് വലിച്ച മേഖലകളെ പത്രോസ് പ്രാർത്ഥനാ മുറിയിൽ വെട്ടി. പ്രാർത്ഥനാ മുറിയിൽ വെട്ടി. പ്രാർത്ഥനാ മുറിയിൽ വെട്ടി. അഭിഷേകമുണ്ടോ? ഉണ്ട്. പ്രവചനമുണ്ടോ? ഉണ്ട്. വാഗ്ദത്തമുണ്ടോ? ഉണ്ട്. പക്ഷെ പലപ്പോഴും പുറത്തു വരാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് രാത്രി മുതൽ ആത്മനിയോഗത്തിൽ അഭിഷേകത്തിന്റെ നിയോഗത്തിൽ സഭയെ നോക്കി വിളിച്ചു പറയുകയാണ്, നീ നാറ്റം വെച്ച വിഷയത്തിൽ നിന്ന് ഇന്നു മുതൽ പുറത്തു വരികയാണ്. സഭ പണിയാനുള്ള ഭൂമിക്ക് വേണ്ടി ദൂതന്മാർ ഈ ദേശത്തിറങ്ങുകയാണ്. ലേഖേനിയാന ദൂതന്മാർ ഇറങ്ങി സെലക്ട് ചെയ്ത ഭൂമിയിൽ നീ സഭ പണിതിരിക്കും. വായ്ത്തത്വമുള്ള മണ്ണിൽ നീ ജീവിച്ചിരിക്കും. വായ്ത്തത്വമുള്ള മണ്ണിൽ നീ സഭ പണിഞ്ഞിരിക്കും. വായ്ത്തത്വമുള്ള സ്ഥലത്ത് നീ പുറത്തു വന്നിരിക്കും. നീ പുറത്തു വന്നിരിക്കും. പുറത്തു വന്നിരിക്കും. പത്രോസേ, നിന്നിലൂടെയാണ് സഭ പണിയുമെന്ന് കർത്താവ് പറഞ്ഞതെങ്കിൽ നീ ഏത് കടലിന്റെ നടുക്ക് കിടന്നാലും കടലിൽ നിന്ന് നിന്നെ കരയിൽ കയറ്റിട്ട് അവിടെ വെച്ച് നിന്നെ അഭിഷേകം ചെയ്ത നിന്നെ അടുത്ത ശുശ്രൂഷയ്ക്കയക്കും. ഇന്നു മുതൽ സഭ തുറക്കപ്പെടുകയാണ്. രാജ്യങ്ങളിലേക്ക് തുറക്കപ്പെടുകയാണ്. ദേശങ്ങളിലേക്ക് തുറക്കപ്പെടുകയാണ്. ഈ സഭയിൽ നിന്ന് ഹല്ലേലൂയ വിവിധ ശുശ്രൂഷകന്മാർ ഹല്ലേലൂയ അവർ ടീമായി വിവിധ സ്ഥലങ്ങളിലേക്ക് ഫ്ലൈറ്റിനകത്ത് യാത്ര ചെയ്ത് വിവിധ രാജ്യങ്ങളിൽ ദൈവരാജ്യത്തിൻ്റെ നിവർത്തീകരണത്തിലും ദൈവിക പദ്ധതികളുടെ നിവർത്തീകരണത്തിലും സ്വർഗം ഇതിനകത്ത് നിന്ന് ചിലരെ ദൈവം കൊണ്ടുപോകാൻ സമയമായിരിക്കുന്നു. പത്രോസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് പത്രോസ് കയറുമെന്ന്, ജാതികളോട് ശുശ്രൂഷകൾ ചെയ്യുമെന്ന് പത്രോസ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. പത്രോസിന്റെ ശുശ്രൂഷകളിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുമെന്ന് പത്രോസ് ചിന്തിച്ചതല്ല. ഹല്ലേലൂയ. വിവിധ സ്ഥലങ്ങളിൽ ആ കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് നടന്ന സാക്ഷ്യം പറയുമെന്ന് പത്രോസ് ചിന്തിച്ചതല്ല. പത്രോസിന്റെ സകല പ്ലാനുകളെയും പൊളിച്ചിട്ട് ആത്മാവ് പത്രോസിനെ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ പത്രോസ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പോലും സമയമില്ലാതെ പത്രോസ് ഓടുകയാണ്. വിശ്രമം കൂടാതെ പത്രോസ് ഓടുകയാണ്. അഭിഷേകനെ വിശ്രമം കൂടാതെ വിശ്രമം കൂടാതെ അസാധാരണമായ ഒരു തുറക്കപ്പെടൽ ഹല്ലേലൂയ അടുത്ത ദിവസങ്ങളിൽ നിന്നിൽ സംഭവിക്കുകയാണ്. നാലാമത്തെ ദിവസം നീ പുറത്തിറങ്ങുമെന്ന് ആത്മാവ് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ദിവസം പുറത്തിറങ്ങിയിരിക്കും. മൂന്നാമത്തെ ദിവസം ക്രിസ്തു ഉയർക്കുമെന്ന് ഹല്ലേലൂയ പിതാവായ ദൈവം വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ ദിവസം
ഹല്ലേലൂയ, ക്രിസ്തു പുറത്തിറങ്ങിയിരിക്കും. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നഷ്ടപ്പെട്ടത് ദൈവം തിരികെ തരികയാണ്. എൻ്റെ അകത്താത്മാവ് ശക്തമായി ഇടപെടുന്നുണ്ട്. നഷ്ടപ്പെട്ട ദൈവകൃപ ദൈവം തിരികെ തരും. നഷ്ടപ്പെട്ട തിരികെ തരും. ലൈഷ്മേനിയാനകർത്തനാഥ്, ആൻറ്റിയുടെ പേരെനിക്കറിയത്തില്ല, പക്ഷേ ആത്മാവിനോട് പറയുന്നു, ദേശത്ത് പരസ്യ കോലമാക്കിയ വിഷയത്തെ സ്വർഗം വെട്ടിമാറ്റിയിട്ട് അല്ലെങ്കിൽ ഒരു മാന്യതയിലേക്ക് ആൻറ്റിയെ കയറ്റാൻ ആത്മാവിനാഗ്രഹമുണ്ട്. 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 നിന്റെ മേലിറങ്ങിയ അഭിഷേകം, അല്ലെങ്കിൽ നീ പിടിച്ച കർത്താവ്, നിന്നെ സ്നേഹിച്ച കർത്താവ് ആരാണെന്ന് തെളിയിക്കുന്ന സമയമാണ് ഇനിയുള്ള സമയം. എന്നോട് ആത്മാവ് ശക്തമായി ഇടപെടുന്നു. ആത്മാവ് എന്നോട് ശക്തമായി ഇടപെടുന്നു. നീ സ്നേഹിച്ചവർ നിന്നെ സ്നേഹിച്ചില്ല, പക്ഷേ മറിച്ച് നിന്ദിച്ചു. പക്ഷേ അവരുടെ മുൻപാകെ ഒരു മാന്യത ദൈവം തരാൻ പോവുകയാണ്. ചില വായ്ത്തത്വം ഇനി മുതൽ ഈ കുടുംബത്തിനകത്ത് നടക്കാൻ പോവുകയാണ്. ആത്മാവിനോട് ശക്തമായി ഇടപെടുന്നു. അല്ലെങ്കിൽ തലമുറകളെ പൂട്ടിയതും കുടുംബത്തെ പൂട്ടിയതും അല്ലെങ്കിൽ ഈ മേഖലകളെ മുഴുവനും പൊട്ടിക്കുന്ന ഒരഭിഷേകം അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ മേലും വസ്തുവിൻ്റെ മേലും വീഴുകയാണ്. വസ്തുവിൻ്റെ മേൽ വീഴുകയാണ്. നിന്നെ പൂട്ടിയ കല്ല് സ്വർഗം തൻ്റെ വാളാൽ അതിനെ വെട്ടുകയാണ്. പരിശുദ്ധനേ, കരങ്ങൾ ഉയർത്തി ഒരു നിമിഷം നിങ്ങളെല്ലാം എഴുന്നേറ്റിരിക്കാമോ? യോഗ്യനേ എന്നേശുവേ, പരിശുദ്ധനേ രാജാവേ, യോഗ്യനേ എന്നേശുവേ, യേശുവാരിലും വലിയവേ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവേ, അവനൊപ്പം പറയാനാരുമില്ലേ. കൈവിട്ടു എല്ലാരും എന്നെയെന്നും ഏകനെന്നു ഞാൻ നിനച്ചിടുമ്പോൾ ഉൾപ്പാടപ്പിൽ എനിക്കായൊരുവൻ അഗ്നിയിലിറങ്ങി വന്നിടുമ്പോൾ എന്നെ മാറ്റിടുവാൻ പുതുതാക്കി തീർക്കുവാൻ, എന്നെ മാറ്റിടുവാൻ പുതുതാക്കി തീർക്കുവാൻ. യേശുവാരിലും വലിയവേ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവേ, അവനൊപ്പം പറയാനാരുമില്ലേ. തിരമാലയേറെ ആഞ്ഞടിച്ചു, കാലുകൾ പടകിൽ നിന്നിളകി, ലോകമാം കടലിൽ വീണയിടാതെ ഭയത്തോടെ ഞാൻ നോക്കി നിന്നിടുമ്പോൾ കടലിൽ മേൽ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും. ശാന്ത കടലിന്മേൽ നടന്നാമേ, കടലിന്മേൽ നടന്ന അധികാരമുള്ളവൻ കാറ്റിനെ ശാസിക്കും. ശാന്തത യേശുവാരിലും വലിയവേ, അവനൊപ്പം പറയാനാരുമില്ലേ. യേശുവാരിലും വലിയവേ, യേശു
യേശുവാരിലും വലിയവൻ, അവനൊപ്പം പറയാൻ ആരുമില്ലേ. പരിശുദ്ധരേ രാജാവേ, യോഗ്യനേ എൻ യേശു. ശബ്ദമുയർത്തി പരിശുദ്ധരേ, പരിശുദ്ധരേ രാജാവേ, യോഗ്യനേ എൻ യേശു. ശബ്ദമുയർത്തി പറഞ്ഞേ, പരിശുദ്ധരേ രാജാവേ, യോഗ്യനേ എൻ യേശു. പരിശുദ്ധരേ, പരിശുദ്ധരേ രാജാവേ, യോഗ്യനേ. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. Amen. കർത്താവ് ശക്തമായി കർത്താവിൻ്റെ ദാസനെ നമ്മുടെ നടുവിൽ ഉപയോഗിച്ചു. കർത്താവ് നല്ലൊരു ആരാധന കൊടുത്തേ. ഹല്ലേലൂയ. വിശ്വസിക്കുകയാണ്, നമ്മൾ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവദാസൻ തൊട്ട് പോയി ഇവിടെയുള്ള ഓരോരുത്തരോടും ആലോചന പറഞ്ഞു. ഞാൻ വിശ്വസിക്കും ദൈവം ഈ ദിവസങ്ങളിൽ പറഞ്ഞ ആലോചനകളെല്ലാം കർത്താവിൻ്റെ ദാസിമാരെ കർത്താവ് ചെയ്യാൻ പോവാം. നമ്മുടെ ജീവിതമാണ് താൻ പ്രസംഗിച്ചത്, നമ്മുടെ ജീവിതമാണ് പ്രവചിച്ചത്. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി, ഉപവസിക്കുന്നവർക്ക് വേണ്ടി, വില കൊടുക്കുന്നവർക്ക് വേണ്ടി ഒരു മാന്യത കർത്താവ് വെളിപ്പെടുത്തും. അമ്മ നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ പകലിരുന്നു, പകൽ ദൈവം അനേകരെ കൊണ്ടുപോകുന്നു, വിടുതൽ പ്രാപിച്ചു. ഉച്ചയ്ക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലിരുന്നു. ആമേൻ. സ്തോത്രം. വൈകുന്നേരത്തെ സെഷനിൽ ഇരിക്കുവാൻ ദൈവം നമുക്ക് കൃപ തന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ നടത്തിയല്ലോ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാൻ, നമുക്ക് പ്രാർത്ഥിക്കാം. വിരിച്ചാൽ മുമ്പോട്ട് വന്ന എല്ലാ വിഷയത്തിനും വേണ്ടി പ്രാർത്ഥിച്ച് ഈ ഉപവാസ പ്രാർത്ഥന ആമേൻ നമുക്ക് പര്യവസാനിപ്പിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, മനോഹരവും സുന്ദരവുമേറിയ കർത്താവേ, ഈ വൈകിയ വേളയിൽ അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന ആരംഭിച്ച് ഇന്ന് പകൽക്കാലം തുടങ്ങിയ നിമിഷം മുതൽ ഇതുവരെയും ദൈവത്തിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മറവിലായിരിക്കാൻ ദൈവത്തോട് ഞങ്ങളെ ശക്തീകരിച്ചു, സഹായിച്ചു. കടന്നു വന്ന അനുഗ്രഹം പ്രാപിപ്പാൻ മനസ്സ് കാണിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഇനിയുള്ള സമയങ്ങൾ അവരായിരിക്കുന്ന സമയത്ത് അവരോടുകൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത മഹത്വം ചലിക്കുന്നതിനായി സ്തോത്രം. അവരുടെ പലപ്പോഴുമുള്ള രഹസ്യമായ പരസ്യമായ പ്രാർത്ഥനകളിലൊക്കെ ദൈവത്തിൻ്റെ കരം ചലിച്ചു തുടങ്ങുന്നതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങൾ കേൾക്കപ്പെട്ട വാഗ്ദത്ത പ്രകാരം ഇന്ന് പകൽക്കാലം ഞങ്ങൾ കേൾക്കുവാനിടയായിത്തീർന്നു. അതിനുശേഷം ഈ വൈകിട്ടത്തെ സെഷനിലും കർത്താവിൻ്റെ ദാസനിൽ കൂടി കർത്താവെ, ഒരു പുതിയൊരു തുടക്കത്തെക്കുറിച്ച്, ഒരു പുതിയ രൂപാന്തരത്തെക്കുറിച്ച് കർത്താവെ, മാറ്റപ്പെട്ടവൻ വീണ്ടും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പുതിയ രൂപാന്തരമായി ദൈവത്തിൻ്റെ ആലോചനയായി അവർ എഴുന്നേൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ പുതിയ വിശുദ്ധി, വേർപാടും മാറ്റമില്ലാത്ത മഹത്വം വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. അത് ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ കൃപയോട് ചേർന്നിരുന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഉള്ളങ്ങളെയും ദൈവം ശക്തമായി നിറയ്ക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവെ. ഇവിടുത്തെ അഭിഷത്തിനെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബമായി ദേശത്തെ നിലനിർത്തി വിശ്വസ്തയോടെ ദേശത്ത് നിന്നുകൊണ്ട് കർത്താവെ, ദേശത്തിന് മധ്യസ്ഥനായി നിന്നുകൊണ്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നേടുവാനുള്ള ആഴമേറിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയെ നിലനിർത്തുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവെ. സുജോപാസക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇന്ന് രാത്രികാലം ഞങ്ങളോട് പ്രഘോഷിപ്പാൻ അഭിഷത്തിനെ ദൈവം മാനിച്ച വിധങ്ങൾക്കായി സ്തോത്രം. ദൈവ ഇരട്ടി പ്രതിഫലത്താൽ ദൈവം മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കും കർത്താവെ. ഈ ഭവനത്തിലെ വീണ്ടും ദൈവമക്കളെ ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് ഇന്ന് പകൽക്കാലം തുടങ്ങിയ പ്രാർത്ഥന ഈ നിമിഷം വരെയും കർത്താവിൻ്റെ ദാസനോട് ചേർന്ന് കർത്താവിൻ്റെ ദാസനെ മാനിച്ച് ബലപ്പെടുത്തി കീഴ്പ്പെട്ട് കർത്താവിൻ്റെ സഭയോട് അടക്കത്തോടെ ഒതുക്കത്തോടെ അച്ചടക്കത്തോടു കൂടി നിലനിൽക്കുവാൻ അവരെ കാണിച്ച എല്ലാ ദൈവിക മഹത്വത്തിനും ഇരട്ടി പ്രതിഫലം ഓരോ ഭവനങ്ങളിലേക്കും ദൈവം മടക്കി കൊടുക്കും.
കൊടുക്കുന്നതിനായി സ്തോത്രം. ആ ദൈവത്തിൻ്റെ മഹത്വം കൂടെ ഇരുന്നതിനായി സ്തോത്രം. അതിൽ പങ്കാളിയാകുവാൻ അടിയനും കുടുംബത്തിനും ഭാഗമായതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വലിയേറിയ സ്നേഹം കൂടെ ഇരിക്കും. യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ ജയമെടുക്കും നല്ല പിതാവേ, ആമേൻ. കർത്താവായ യേശുവിൻ്റെ കൃപയും പുത്രൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ ആരാധനയിലും സൺഡേ സ്കൂളിലും തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങിലും കൂടിയിരിക്കുമാറാകട്ടെ. വാഴ്ത്തപ്പെട്ട കുഞ്ഞാടിൻ്റെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വേഗം വരണം. പ്രത്യേകിച്ച് ശുശ്രൂഷയിൽ വർഷിപ്പ് ലീഡ് ചെയ്യാൻ സിസ്റ്റർ സാൻഷു, മേശ്രി, അതിൻ്റെ സിസ്റ്റർ എല്ലാം കർത്താവ് അതിൻ്റെ മുമ്പിൽ പ്രവർത്തിച്ചു. ജഗന് ഇവരെല്ലാം ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടി മഴയത്തും കാര്യങ്ങൾ ഓടി നടന്ന എല്ലാ കാര്യങ്ങളും പിന്നെ പിൻവാമ്പുറത്ത് ചെയ്തു. ഇനിയും ആ വർഷിപ്പ് ലീഡ് ചെയ്യാനും പ്രാർത്ഥിക്കാനും ഒക്കെ കർത്താവിൻ്റെയും അവരെ ശക്തീകരിക്കട്ടെ. ആമേൻ. സ്തോത്രം. വരുന്ന ഞായറാഴ്ച എല്ലാവരും വെള്ള വസ്ത്രം ധരിച്ച് തന്നെ അതിന്